ഇവിടെ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് നമുക്ക് കരുതാവുന്ന കുറച്ച് ഏരിയാസിൽ അതിന് ഒന്നാമത് ഈ റീജിയണൽ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഹിമാലയാസിന്റെ റീജിയണൽ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട്. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ അടുത്തത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സോജില 4 പ്രധാന. പിന്നെ ഈ പ്ലാറ്റ്യൂസ് ബുന്ദേൽഖണ്ഡ് ബാഗേൽഖണ്ഡ് ഒക്കെ അവസാനിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും ഈസ്റ്റിലായിട്ട് ചോട്ടാ നാഗ്പൂർ വരുന്നുണ്ട്. ഇതാണ് ഇന്ത്യയുടെ മിനറൽ ഹൗസ് എന്നറിയപ്പെടുന്ന വാട്ടർവേ 1. ആദ്യത്തെ 5 എണ്ണം വൃത്തിക്ക് പഠിക്കുക. ഇത് ടെക്സ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ്. 1 2 3 4 5. നീല കളറിലുള്ളത്, ഈ നീല കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ചോണം, അളകനന്ദയാണ്. അളകനന്ദയിലേക്ക് ധൗളിഗംഗ കൂടിച്ചേരുന്ന സ്ഥലമാണ് വിഷ്ണുപ്രയാഗ്. ഹായ് ഓൾ, എല്ലാവർക്കും എൻട്രി ആപ്പിലേക്ക് സ്വാഗതം. ഞാൻ ബിബിൻ മാത്യൂസ്. നമ്മളൊരു ഡിഗ്രി പ്രിലിംസ് എക്സാമിന് അടുത്തുകൊണ്ടിരിക്കുന്നു അല്ലേ? അതിന്റെ തയ്യാറെടുപ്പിലാണെന്നറിയാം. കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഒരു 2021 ശേഷം നടന്ന ഡിഗ്രി ലെവൽ എക്സാംസിലെ ഇന്ത്യൻ ജോഗ്രഫി ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ ജോഗ്രഫിയിലെ കുറച്ച് ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഹോട്ട് ടോപ്പിക്സും കുറച്ച് അനുബന്ധ വിവരങ്ങൾ കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റെന്തെങ്കിലും ഏരിയാസ് വേറെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച പോർഷൻസ് ഉണ്ടെങ്കിൽ, ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചു പോവുക. അപ്പം ഞാൻ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ NCERT ബേസ്ഡ് ഈ ടോപ്പിക്സിൻ്റെ ഒക്കെ ചെറിയൊരു ഡിസ്കഷൻ ഇവിടെ തരുന്നുണ്ട്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ആഡ് ഓൺ ചെയ്യുക കേട്ടോ. സോ കഴിഞ്ഞ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പറയുവാണ്. പ്രധാനമായിട്ടും നമുക്ക് ഇന്ത്യൻ ജോഗ്രഫിയുടെ ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ട് നമുക്ക് കരുതാവുന്ന കുറച്ച് ഏരിയാസിൽ അതിന് ഒന്നാമത് ഈ റീജിയണൽ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഹിമാലയാസിന്റെ റീജിയണൽ ക്ലാസിഫിക്കേഷൻ ബേസ് ചെയ്തുകൊണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യം, പെട്ടെന്ന് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി പോയപ്പോൾ കണ്ടതൊന്ന് ലേക്സ്, പ്രധാനപ്പെട്ട ലേക്സിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഓരോ ലേക്സും അത് ഏത് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കുറച്ച് പാസസ് ചോദിച്ചു. സോജില, ബെനിഹൽ, അങ്ങനെ ഒരു പാസസ്, ഒരു മാച്ച് ദി ഫോളോയിങ് ആയിട്ട് പാസ് ഒരു സൈഡിൽ തന്നിട്ട് ചുരങ്ങൾ ഒരു സൈഡിൽ തന്നിട്ട് തൊട്ടപ്പുറം ഏത് മൗണ്ടൻ റേഞ്ചിലാണ് എന്നുള്ള തരത്തിലൊരു ചോദ്യം വന്നു. 3-4 പരീക്ഷയ്ക്ക് ആവർത്തിച്ചൊരു ഭാഗമാണ് ഈ പഞ്ചപ്രയാഗുകൾ. പ്രത്യേകിച്ച് അതിൽ തന്നെ ദേവപ്രയാഗ് എന്നറിയപ്പെടുന്ന അളകനന്ദ ഭഗീരഥി കൂടിച്ചേരുന്ന ഭാഗമില്ലേ, അതൊരു 3-4 പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു, ഈ ഒരു നദികളുടെ കൂടിച്ചേരല്. അതുപോലെ ഗംഗ നദിയുടെ ട്രിബ്യൂട്ടറീസിലെ ഗാഗ്ര റിവറിനെ പറ്റിയാണ് റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യം കണ്ടത്. ഗാഗ്ര ഗംഗയുടെ ഒരു ട്രിബ്യൂട്ടറിയാണ്. അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു എന്നുള്ളത് ഒരു എക്സാമിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരുന്നു. പിന്നെ ഗംഗയുമായി ബന്ധപ്പെട്ട സോൺ എന്നറിയപ്പെടുന്ന ഗംഗയുടെ സദേൺ ട്രിബ്യൂട്ടറിയെ പറ്റി ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. മൺസൂണിനെ പറ്റി നല്ലപോലെ ചോദ്യങ്ങൾ വരുന്നതാണ്. മൺസൂണിനെ പറ്റി, അത് മൺസൂണിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഓരോ മൺസൂണിനെ എങ്ങനെയൊക്കെ തരംതിരിക്കാം, ഓക്കെ, അഡ്വാൻസിങ്, റിട്രീറ്റിംഗ്, ഈ 2 മൺസൂണിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്, ഓരോ മൺസൂണും ഏതൊക്കെ ഭാഗത്താണ് അതിന്റെ ഇമ്പാക്റ്റ് പോകുന്നത് ചോദിച്ചിട്ടുണ്ട്. മാൾവ പ്ലാറ്റുമായി ബന്ധപ്പെട്ട് ആരവല്ലീസിനെ പറ്റി ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. മാൾവ പീഠഭൂമിയുടെ ഒരു ബൗണ്ടറി ആണല്ലോ ആരവല്ലി. മാൾവ പീഠഭൂമിയുടെ തന്നെ ബാഡ്ലാൻഡ്സ്, മാൾവ പീഠഭൂമിയുടെ തന്നെ സവിശേഷതയാണ് ബാഡ്ലാൻഡ്സ്, അതിനെപ്പറ്റി ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ബാഡ്ലാൻഡ്സുമായി കണക്ട് ചെയ്യുന്ന റിവർ ചമ്പലിനെ പറ്റി ചോദ്യം ഉണ്ടായിരുന്നു. പിന്നെ മണ്ണിനെ പറ്റിയുള്ള സ്ഥിരം ചോദ്യങ്ങൾ പ്രധാനമായിട്ട് അലൂവിയൽ, ബ്ലാക്ക് സോയിൽ ബേസ് ചെയ്തിട്ടാണ്. എന്നാൽ സോയിൽസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുന്നത് അലൂവിയലും ബ്ലാക്ക് സോയിലുമാണ്. സ്ഥിരമായി ചോദിച്ച് കണ്ടിട്ടുള്ള 2 മേഖലകൾ ബ്ലാക്ക് സോയിലും അതുപോലെ തന്നെ അലൂവിയൽ സോയിലും. ഇന്ത്യയിലെ മിനറൽസിനെ പറ്റി ചോദിച്ചു. ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ചത് മൈക്കയെ പറ്റിയായിരുന്നു. ആന്ധ്രാപ്രദേശ് ബേസ് ചെയ്ത് മൈക്കയുടെ പ്രൊഡക്ഷൻ ധാരാളം ഉണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ മൈക്ക പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്, മൈക്ക പോലെ ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളില്ലേ, അതൊക്കെ ചോദിച്ചിരുന്നു. കോട്ടൺ ഇൻഡസ്ട്രി ഒരു ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ് ഉറപ്പായിട്ടും. കോട്ടണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ, അത് വ്യവസായമാകാം, കോട്ടൺ എന്ന ക്രോപ്പിന്റെ ആ ഒരു വളർച്ചാ കാലവും തുടങ്ങി അതുമായി ബന്ധപ്പെട്ട ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ ചോദിക്കാം. അപ്പം കോട്ടൺ, ജൂട്ട് ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്തോണം. കോട്ടണെ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. കോട്ടൺ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഒരു ജൂട്ട് ചോദിക്കാം, ഷുഗർ ചോദിക്കാം. പിന്നെ അയൺ ഇൻഡസ്ട്രിയില്ലേ, അപ്പൊ അത് ഒന്ന് നോക്കിക്കോണം. ഇൻഡസ്ട്രികളിൽ കോട്ടൺ മാത്രം ഇവിടെ ഞാൻ പറയുന്നുള്ളെങ്കിലും കോട്ടണെ ഞാൻ കൂടുതൽ ചോദ്യങ്ങൾ കണ്ടത്. പക്ഷെ ജൂട്ട്, അതുപോലെ ഷുഗർ, അയൺ കേട്ടോ, ഇരുമ്പ്. അപ്പൊ മിനറൽ ബേസ് ഇൻഡസ്ട്രീസിനകത്ത് ഇരുമ്പ് പ്രത്യേകിച്ച് നോക്കിയിട്ട് പോകണം. ക്രോപ്പിംഗ് സീസൺ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ SCERT-ക്കകത്ത് നൽകിയിരിക്കുന്ന ഒരു സീസൺസിന്റെ റേഞ്ചും ഹയർ സെക്കൻഡറി ബുക്കിനകത്ത്, +1 ബുക്കിനകത്ത് തന്നിരിക്കുന്ന ഓരോ ക്രോപ്പിംഗ് സീസണിന്റെ റേഞ്ചും ഡിഫറൻസ് ഉണ്ട് അതിനകത്ത്. അപ്പൊ അത് നമുക്ക് ഇവിടെ ഒന്ന് പരിചയപ്പെടാം. നാഷണൽ വാട്ടർവേസ് ഉറപ്പായിട്ടും ചോദ്യം വരാം. നാഷണൽ വാട്ടർവേസിൽ ലേറ്റസ്റ്റ് ആയിട്ട് നാഷണൽ വാട്ടർവേ 2 ചോദിച്ചിരുന്നു ഡിഗ്രിയിലെ എക്സാമിന്. നാഷണൽ വാട്ടർവേ 2 കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളും അതുമായി ബന്ധപ്പെട്ട നദികളും ചോദിച്ചിട്ടുണ്ട്. റോഡ് ട്രാൻസ്പോർട്ടിനകത്ത് റോഡ് പ്ലാൻസിനെ പറ്റി ചോദിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേസ് ഏതെല്ലാമാണെന്ന് ചോദിക്കാം. അത് ഓൾഡ് നമ്പർ, ന്യൂ നമ്പർ വെച്ച് ചോദിച്ചിട്ടുണ്ടല്ലേ. ലേറ്റസ്റ്റ് കണ്ടത് NH1 ഓൾഡ് നമ്പർ സിസ്റ്റം പ്രകാരം കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ചോദിച്ചത്. ന്യൂ നമ്പർ സിസ്റ്റം അല്ല,
ഓൾഡ് നമ്പർ സിസ്റ്റം പ്രകാരം NH1 കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അനാലിസിസ്. ഇത്രയുമാണ് ഒരു ഹോട്ട് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പരിഗണിക്കാവുന്നത്. ഇത്രയും പഠിക്കുമ്പോൾ തന്നെ നമ്മളൊരു വലിയൊരു ഏരിയ കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതുമായി കണക്ട് ചെയ്യാവുന്ന മറ്റു കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കി പോകണം കേട്ടോ. എനിവേ ഞാൻ റീജിയണൽ ക്ലാസിഫിക്കേഷൻ എന്ന ടോപ്പിക്കിലേക്ക് പോവാണ്. ഹിമാലയത്തിന്റെ റീജിയണൽ ക്ലാസിഫിക്കേഷൻ. റിവേഴ്സ് ബേസ് ചെയ്തൊരു 4 ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഹിമാലയത്തിന്. നദികളുടെ അടിസ്ഥാനത്തിൽ ഒരു 4ആയിട്ട് തരംതിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നാൽ പ്രാദേശികമായിട്ട് ഇന്ത്യ എന്നറിയപ്പെടുന്ന രാജ്യത്ത് ഉൾക്കൊള്ളുന്ന ഹിമാലയത്തെ പ്രാദേശികമായിട്ട് 5 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നു. എത്ര ഭാഗമായിട്ട്? 5 ഭാഗമായിട്ട് തരംതിരിക്കുന്നു. ഏതെല്ലാമാണ്? നമ്പർ 1 കാശ്മീർ അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം, നോർത്ത് വെസ്റ്റേൺ ഹിമാലയം. രണ്ടാമത്തത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം കേട്ടോ, ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. രണ്ടാമത്തത് 3 സിക്കിം ഡാർജിലിംഗ് ഹിമാലയാസ്. മൂന്നാമത്തെ സിക്കിം ഡാർജിലിംഗ് ഹിമാലയാസ്. നാലാമത്തത് അരുണാചൽ ഹിമാലയാസ്. അഞ്ചാമത്തത് ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടൻസ്. അങ്ങനെ 5 ഭാഗമായിട്ട് ഇന്ത്യക്കകത്ത് ഉൾക്കൊള്ളുന്ന ഹിമാലയ നിരകളെ 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളായി തരംതിരിക്കുന്നുണ്ട്. ഈ ഓരോ ഭാഗത്തും എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ സവിശേഷത എന്ന് നമുക്ക് ജസ്റ്റ് ആദ്യം ഒരു ഇമേജ് കണ്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി ഉണ്ടോ, ഇന്ത്യക്കകത്ത് ഉൾക്കൊള്ളുന്ന ഹിമാലയം എന്നറിയപ്പെടുന്ന ഭാഗത്ത് ആദ്യത്തെ ഇതാണ് നോർത്ത് വെസ്റ്റേൺ ഹിമാലയം എന്നറിയപ്പെടുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് കാശ്മീർ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റേൺ ഹിമാലയം. ഈ രണ്ടാമത്തെ ഭാഗമാണ് തന്നെ ഇതാണ്, ഈ ഒരു പോർഷനാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയം. പിന്നെ വരുന്ന നേപ്പാൾ ഹിമാലയം നമ്മൾ പരിഗണിക്കുന്നില്ല റീജിയണൽ ക്ലാസിഫിക്കേഷനകത്ത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഇന്ത്യക്കകത്ത് ഉൾക്കൊള്ളുന്ന ഹിമാലയം അല്ലാത്തതുകൊണ്ട്. പിന്നെ വരുന്ന ഹിമാലയം ഉണ്ട്, മൂന്നാമത്തെ പോർഷൻ തന്നെ ഇതാണ് സിക്കിം ഡാർജിലിംഗ് ഹിമാലയാസ്. അപ്പോൾ ഒന്നാമത്തെ ശ്രദ്ധിച്ചോണം, 1 കാശ്മീർ ഹിമാലയാസ്. രണ്ടാമത്തത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. മൂന്നാമത്തെ നമ്മൾ സ്കിപ്പ് ചെയ്തു നേപ്പാൾ ഹിമാലയാസ്. നമുക്ക് ഈ ഒരു പോർഷൻ തൊട്ട് ഇവിടം വരെ നമ്മൾ എടുക്കുന്നില്ല. നേപ്പാൾ ഹിമാലയാസ് ഇന്ത്യക്കകത്ത് വരുന്നതല്ല. പിന്നെ മൂന്നാമത്തത് സിക്കിം ഡാർജിലിംഗ് ഹിമാലയാസ്. നാലാമത്തെ നമ്മൾ ഒഴിവാക്കുന്നതിൻ്റെ ഈ ഒരു ഭാഗം, ഇത് ഭൂട്ടാൻ ഹിമാലയാസ് ആണ്, അത് നമുക്ക് വേണ്ട. പിന്നെ നമ്മൾ ഈ ഒരു പോർഷനിൽ തുടങ്ങുകയാണ്, ഇതിൻ്റെ ഇവിടം തൊട്ട് ഇവിടം വരെ 23 കണ്ട. ഇതാണ് അരുണാചൽ ഹിമാലയാസ്. നാലാമത്തത് അരുണാചൽ ഹിമാലയാസ്. നാലാമത്തത് സിക്കിം ഡാർജിലിംഗ് കഴിഞ്ഞ അരുണാചൽ ഹിമാലയാസ്. പിന്നെ വരുന്നതാണ് അഞ്ചാമത്തെ ഈ ഒരു പോർഷൻ, ഇത്രയും പോർഷനാണ് അഞ്ചാമത്തെ ഭാഗം. അതാണ് പൂർവാചൽ കേട്ടോ. ഈ അഞ്ചാമത്തെ ഭാഗമാണ് പൂർവാചൽ. ഇങ്ങനെ 5 ഭാഗമായിട്ട് തരംതിരിക്കുന്നു. നമ്മളിവിടെ സ്കിപ്പ് ചെയ്ത ഹിമാലയാസ്, നേപ്പാൾ ഹിമാലയാസ് ഇവിടെ സ്കിപ്പ് ചെയ്തു. റീജിയണൽ ഡിവിഷനകത്ത് നേപ്പാൾ ഹിമാലയാസ് പറയാറില്ല. പിന്നെ ഈ ഭൂട്ടാൻ ഹിമാലയാസ് നമ്മൾ സ്കിപ്പ് ചെയ്തു. രണ്ട് നമുക്ക് ഹിമാലയത്തിൽ വരുന്ന പ്രദേശങ്ങളാണെങ്കിൽ ഇന്ത്യക്കകത്ത് ഉൾക്കൊള്ളുന്ന ഹിമാലയം അല്ലാത്തത് കൊണ്ട് അത് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ബാക്കി റീജിയണൽ ഡിവിഷൻസ് പറയുന്നത്. ഓരോ ഡിവിഷന്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കി പോകാം. ആദ്യമായിട്ട് കാശ്മീർ ഹിമാലയത്തെ പറ്റി പറയാം. കാശ്മീർ ഹിമാലയത്തിന്റെ സവിശേഷത, അവിടെ പ്രധാനമായും കാണപ്പെടുന്ന മലനിര കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവയാണ്. ട്രാൻസ് ഹിമാലയാസിന്റെ മേഖലയാണ്. ട്രാൻസ് ഹിമാലയാസ് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിൽ എവിടെയാണ്? കാശ്മീർ ഹിമാലയാസിലാണ്. അല്ലെങ്കിൽ ട്രാൻസ് ഹിമാലയാസിന്റെ ഒരു 99% ഉൾക്കൊള്ളുന്നത് എവിടെയാണ്? കാശ്മീർ ഹിമാലയത്തിലാണ്. പ്രത്യേകിച്ച് ഏതൊക്കെ റേഞ്ചസ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. പിന്നെ ഹിമാദ്രി, ഹിമാചൽ ശിവാലിക്സും നമുക്ക് കാശ്മീർ ഹിമാലയത്തിലുണ്ട്. ശിവാലിക്സ് ഒന്നും അത്ര പ്രോമിനന്റ് അല്ലെങ്കിലും ശിവാലിക്സ് ഒക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. അതിനകത്ത് ലെസർ ഹിമാലയം, ഹിമാചൽ റേഞ്ച്, കാശ്മീർ ഹിമാലയത്തിലെ ലെസർ ഹിമാലയത്തെ നമ്മൾ വിളിക്കുന്ന പീർ പാഞ്ചാൽ എന്നാ കേട്ടോ. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്തേക്കണം. പീർ പാഞ്ചാൽ എന്ന് പറയുന്നത് ലെസർ ഹിമാലയം, ഹിമാചൽ റേഞ്ച് തന്നെയാണ്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് ലെസർ ഹിമാലയത്തെ നമ്മൾ പീർ പാഞ്ചാൽ എന്ന് വിളിക്കുന്നു. ഓക്കെ. പിന്നെ ഇന്ത്യയുടെ കോൾഡ് ഡെസേർട്ട് ലഡാക്ക്, ഇന്ത്യയുടെ കോൾഡ് ഡെസേർട്ടാണ് ലഡാക്ക്. അത് കാശ്മീർ ഹിമാലയത്തിനകത്ത് വരുന്ന ഭാഗമാണ്. കാശ്മീർ ഹിമാലയത്തിന്റെ ഏറ്റവും വലിയ സവിശേഷതയാണ് ഇന്ത്യയുടെ ശീത മരുഭൂമി, തണുത്ത മരുഭൂമിയായ ലഡാക്ക് റീജിയണൽ ക്ലാസിഫിക്കേഷൻസ് പരിഗണിക്കുമ്പോൾ എവിടെ വരുന്നു എന്ന് ചോദിക്കാം. അത് കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗത്ത് വരുന്നു. പിന്നെ വാലി ഓഫ് കാശ്മീരിനെ പറ്റി അറിയാം. കാശ്മീർ താഴ്വര, ജലം റിവറാണ് കാശ്മീർ താഴ്വര നിർമ്മിക്കുന്നത്. ജലം റിവറിന്റെ ഇറോഷൻ, അപരദനം വഴിയാണ് കാശ്മീർ വാലി ഉണ്ടാകുന്നത്. സഞ്ചാരികളുടെ പർദീസ എന്ന് ഈ ഒരു വാലി അറിയപ്പെടുന്നു, കാശ്മീർ വാലി അറിയപ്പെടുന്നു. കാശ്മീർ വാലിയോട് ചേർന്ന് അല്ലെങ്കിൽ വാലിയുടെ ഭാഗമായിട്ട് 2 പ്രധാനപ്പെട്ട ലേക്സ് ഉണ്ട്. ഇത് എന്ത് ലേക്സ് ആണ്? ഫ്രഷ് വാട്ടർ ലേക്സ് ആണ്. ഈ 2 ലേക്സും 2 ഫ്രഷ് വാട്ടർ ലേക്സ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? വൂളാർ ലേക്കും അതേപോലെ തന്നെ ദാൽ ലേക്കും. ബട്ട് ഈ 2 ലേക്കുകൾ, വൂളാർ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്കാണ്, അതുപോലെ ദാൽ ലേക്ക്. ഇത് 2 നമുക്ക് ശുദ്ധജല തടാകങ്ങളാണ്, വാലി ഓഫ് കാശ്മീരിൽ വരുന്നുണ്ട്. ഇനി കാശ്മീർ ഹിമാലയത്തിൽ തന്നെ 2 സോൾട്ട് വാട്ടർ ലേക്സും വരുന്നുണ്ട് കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട്. ഒന്ന് ലഡാക്കിലും മറ്റേ അക്സായ് ചിൻ റീജിയനിലും ചൈനയിലും ഒക്കെ ആയിട്ട് വ്യാപിച്ച് കിടക്കുന്ന പാങ്ങോങ് എന്നറിയപ്പെടുന്ന പാങ്ങോങ് സോ എന്നറിയപ്പെടുന്ന ഒരു ലേക്ക്, ഒരു സോൾട്ട് വാട്ടർ ലേക്കാണ്. പിന്നെ സോ മൊറീരി എന്ന് പറയുന്ന ഒരു സോൾട്ട് വാട്ടർ ലേക്ക്, സോ മൊറീരി, ഇതും ലഡാക്കിലാണ് വരുന്നത്. ലഡാക്ക് കേട്ടോ, ലഡാക്കിൽ. ഇവ രണ്ടും ഈ കാശ്മീർ ഹിമാലയ മേഖലയിലെ ലവണജല തടാകങ്ങളാണ് അല്ലെങ്കിൽ സോൾട്ട് വാട്ടർ ലേക്സ് ആണ്. പിന്നെ സിയാച്ചിൻ ഗ്ലേഷ്യർ ഏറ്റവും വലിയ പ്രത്യേകത, കാശ്മീർ ഹിമാലയത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കാശ്മീർ ഹിമാലയം എന്ന് പറയുമ്പോൾ ആ ഒരു മേഖല മുഴുവൻ, ജമ്മുവും ലഡാക്കും മൊത്തം കവറാന്ന് പറയും. ഞാൻ വട്ടം വരച്ച് കാണിച്ചായിരുന്നു കാശ്മീർ ഹിമാലയം എവിടെ വരുമെന്ന്. അപ്പൊ ഈ സിയാച്ചിൻ ഗ്ലേഷ്യർ ഈ
കാരക്കോറം റേഞ്ചിലാണ് സിയാച്ചിൻ ഗ്ലേഷ്യർ. ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് ഗ്ലേഷ്യർ ആണ്, ലാർജസ്റ്റ് ഗ്ലേഷ്യർ ആണ് സിയാച്ചിൻ. അപ്പോൾ കാരക്കോറം റേഞ്ചിലാണ് ഇത് വരുന്നത്. ഇത് ഈ പറഞ്ഞ നമ്മുടെ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗത്താണ്. കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗത്ത് വരുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് കരേവ ഫോർമേഷൻസ് അല്ലെ. കരേവ എന്ന് പറയുന്നത് നമ്മുടെ കാശ്മീർ താഴ്വരയുമായി കണക്ട് ചെയ്യാവുന്ന പോയിന്റ് ആണ്. കാശ്മീർ താഴ്വരയിൽ കരേവ എന്ന ഒരു പ്രത്യേകതരം സോയിൽ ഫോർമേഷൻസ് കാണപ്പെടുന്നു, മണ്ണ് കാണപ്പെടുന്നു. സാഫ്രൺ അല്ലെങ്കിൽ കുങ്കുമപ്പൂവിന്റെ കൃഷിക്ക് വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു മണ്ണിനമാണ് കരേവ. അതെവിടെയാണ്? പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ, അടുത്തത് നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാൽ സോജില 4 പ്രധാനപ്പെട്ട ചുരങ്ങളെ പറ്റി പറയുന്നുണ്ട്. സോജില ഗ്രേറ്റ് ഹിമാലയം, ഹിമാദ്രിയിൽ വരുന്ന ഒരു പാസ്സാണ് സോജില കണക്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ശ്രീനഗർ ടു കാർഗിലാണ്. അത് ഗ്രേറ്റ് ഹിമാലയത്തിൽ വരുന്നു. 2 ബെനിഹൽ, ഈ കാശ്മീർ ഹിമാലയത്തിൽ വരുന്ന അടുത്ത പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ബെനിഹൽ ശരിക്കും പീർ പാഞ്ചാൽ റേഞ്ചിലാണ് ബെനിഹൽ. ജമ്മുവിനെയും ശ്രീനഗറിനെയാണ് ബെനിഹൽ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഫോർട്ടുല എന്നറിയപ്പെടുന്ന ഒരു പാസ്, ഫോർട്ടുല കാർഗിലും ലേയും ഒക്കെ കണക്ട് ചെയ്യുന്നത് ഈ ഫോർട്ടുല പാസിലൂടെയാണ്. സസ്കർ റേഞ്ചിലാണ് ഈ ഫോർട്ടുല പാസ്. പിന്നെ ഫൈനലി ഖർദുംഗല പാസ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ലേ ടു നൂബ്ര വാലി അല്ലെങ്കിൽ സിയാച്ചിൻ, ലേ ടു നൂബ്ര വാലി അല്ലെങ്കിൽ ലേ ടു സിയാച്ചിൻ, അതാണ് ഖർദുംഗല. അത് ഏത് റേഞ്ചിലാണ്? ലഡാക്ക് റേഞ്ചിലാണ്. സോ കാശ്മീർ ഹിമാലയവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ട്രാൻസ് ഹിമാലയസ് അവിടെയുണ്ട്. പീർ പാഞ്ചാൽ എന്നാണ് അവിടുത്തെ ലെസർ ഹിമാലയസ് അറിയപ്പെടുന്നത്. ലഡാക്ക് എന്ന കോൾഡ് ഡെസേർട്ട് കാശ്മീർ ഹിമാലയത്തിന്റെ പോർഷനാണ്. പിന്നെ വാലി ഓഫ് കാശ്മീർ, വൂളാർ ലേക്ക്, ദാൽ ലേക്ക്, കരേവ ഫോർമേഷൻസ് എല്ലാം കൂടെ കണക്ട് ചെയ്യണം. സിയാച്ചിൻ ഗ്ലേഷ്യർ ഈ ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ഗ്ലേഷ്യറാണ്. പിന്നെ 4 പ്രധാനപ്പെട്ട പാസസ് സോജില, ബെനിഹൽ, ഫോർട്ടുല, ഖർദുംഗല. ഇനിയുണ്ട് പ്രധാന നദികൾ ഏതെല്ലാമാണ്, പ്രധാന റിവേഴ്സ് ഏതെല്ലാമാണ്. കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട റിവേഴ്സ് ആണ്. ഒന്ന് ഇൻഡസ്, സിന്ധു നദിയും അതിന്റെ പ്രധാന ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള ജലം, അതേപോലെ തന്നെ ചിനാബ് എന്നീ നദികൾ ഈ കാശ്മീർ ഹിമാലയത്തിന്റെ പോർഷനാണ്. ജലം അതേപോലെ ചിനാബ് എന്നിവ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന നദികളാണ്. പിന്നെ ശ്രീനഗർ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയാണ്. കാശ്മീർ ഹിമാലയത്തിലെ ഇമ്പോർട്ടൻറ്റ് സിറ്റിയാണ് ശ്രീനഗർ. കാശ്മീർ താഴ്വരയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു പട്ടണമാണ് ശ്രീനഗർ. ക്ലിയർ? ഇനി ഇവിടുത്തെ തീർത്ഥാടന കേന്ദ്രങ്ങൾ വരുന്നു. ഏതെല്ലാമാണ്? വൈഷ്ണോ ദേവി, പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങൾ വൈഷ്ണോ ദേവി, അമർനാഥ് ഗുഹകൾ, ചരാറി ഷെരീഫ് കേട്ടോ. അമർനാഥ് ഗുഹ, അത് അമർനാഥ് കേവ്, ചരാറി ഷെരീഫ്, ഇത് പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളാണ്. കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗത്ത് ഉൾപ്പെടുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ. ഫൈനലി ഡൂൺസിന്റെ ഫോർമേഷൻ കാശ്മീർ ഹിമാലയത്തിൽ കാണാനായിട്ട് സാധിക്കും. കാശ്മീർ ഹിമാലയത്തിൽ ഡൂൺസ് നമുക്ക് അറിയാമല്ലോ എവിടെയാണെന്നുള്ളത്. ശിവാലിക്സ് റേഞ്ചിലാണുള്ളത്. ശിവാലിക്സ് എന്ന റേഞ്ചിലാണ് ഡൂൺസ് ഉള്ളത്. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമായി വരുന്ന ശിവാലിക്സിൽ നമുക്ക് ഡൂൺസ് കാണാനായിട്ട് സാധിക്കും. ജമ്മു എന്നറിയപ്പെടുന്ന പട്ടണം ഒരു ഡൂണാണ്. ജമ്മു ഡൂൺ ഒരു ഇമ്പോർട്ടന്റ് ഡൂണാണ് ഇന്ത്യയിൽ. നമ്മുടെ ഡെറാ ഡൂൺ എന്ന് പറയത്തില്ലേ, അതുപോലെ ഇന്ത്യയിലെ ഒരു പ്രസിദ്ധ ഡൂണാണ് ജമ്മു ഡൂൺ. അത് ഈ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ഡൂണാണ്. പത്താൻകോട്ട് എന്നറിയപ്പെടുന്ന ഒരു ഡൂണുണ്ട് നമുക്ക്. പത്താൻകോട്ട് എന്നറിയപ്പെടുന്ന ഭാഗം അതൊരു ഡൂണാണ്. അത് ഈ ഒരു കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗത്ത് വരും. രണ്ടാമത്തെ പോർഷനാണ് കാശ്മീർ ഹിമാലയം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ 2 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഹിമാലയം, അതിന് നമ്മൾ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയസ് എന്ന് വിളിക്കുന്നു. അതിൽ പടിഞ്ഞാറ് രവി എന്നറിയപ്പെടുന്ന നദി വരുന്നുണ്ട്. പടിഞ്ഞാറ് ആ ഒരു ഹിമാലയസിന്റെ പടിഞ്ഞാറ് രവിയും കിഴക്ക് കാളിയും. ഈ 2 നദികൾക്കിടയിലായിട്ടാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ് വരുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് നദികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. രവിയുണ്ട്, ബിയാസ് ഉണ്ട്, സത്ലജ് ഉണ്ട്, പിന്നെ യമുനയുണ്ട്, ഗംഗയുടെ ട്രിബ്യൂട്ടറി ആയിട്ടുള്ള ഗാഗ്രയുണ്ട്, ഗംഗയും വരുന്നുണ്ട്. ഗാഗ്ര മാത്രമല്ല ഗംഗയും കൂടെ വരുന്നുണ്ട്. പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ്, ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് നദികൾ രവി, ബിയാസ്, സത്ലജ്. അപ്പം അത് ഇൻഡസിന്റെ ട്രിബ്യൂട്ടറിയാണ് രവിയും ബിയാസും സത്ലജ്. പിന്നെ യമുന ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്, ഗാഗ്ര ഗംഗയുടെ ട്രിബ്യൂട്ടറിയാണ്, പിന്നെ ഗംഗ റിവർ ഇറ്റ്സെൽഫ്. ഇത്രയും നമുക്ക് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസിന്റെ ഭാഗത്ത് വരുന്നു. അടുത്തൊരു പോയിന്റ് വളരെ പ്രസക്തമാണ്, നോക്കുക. ഓൾ ദ 3 റേഞ്ചസ് ഓഫ് ഹിമാലയാസ് ഏതെല്ലാമാണ്? അത് ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്. ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക്സ്, ഇതാണല്ലോ 3 പ്രോമിനന്റ് റേഞ്ചസ് ഹിമാലയത്തിന്റെ. ഓൾ ദ 3 റേഞ്ചസ് ഓഫ് ഹിമാലയാസ് ആർ പ്രോമിനന്റ് ഇൻ ദിസ് സെക്ഷൻ. ഈ 3 മലനിരകൾ ഹിമാദ്രി, ഹിമാചൽ, ശിവാലിക് വളരെ സ്പഷ്ടമാകുന്നത്, വളരെ ക്ലിയർ ആവുന്നത്, വളരെ പ്രകടമാകുന്നത് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും ബാക്കിയുള്ളിടത്തൊന്നും. സിക്കിം, ഡാർജിലിംഗ് ഹിമാലയത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ശിവാലിക്സിന്റെ ഫോർമേഷൻ വളരെ കുറവാണ്. ഇനി കാശ്മീർ ഹിമാലയത്തിലും ശിവാലിക്സ് പതുക്കെ ജമ്മു ഡൂണോ 1-2 ഡൂൺസ് ഒക്കെ ഉള്ളൂ. അപ്പം ശിവാലിക്സിന്റെ ഒക്കെ ഫോർമേഷൻ പിന്നീട് ഇനി സിക്കിം, ഡാർജിലിംഗിന് ശേഷം അരുണാചൽ ഹിമാലയത്തിന്റെ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ശിവാലിക്സ് ഒക്കെ വളരെ ദുർബലമാവും. അപ്പൊ അതുകൊണ്ട് തന്നെ 3 മലനിരകളും വളരെ പ്രകടമായിട്ട്, വളരെ ഹെൽത്തി ആയിട്ട് കാണുന്നത് ഈ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയസിലാണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇനി
ഇവിടെ ലെസർ ഹിമാലയ അറിയാമല്ലോ, ഏതാ? ഹിമാചൽ റേഞ്ച് അല്ലേ? ലെസർ ഹിമാലയത്തെ ഈ ഈ ഭാഗത്ത് വിളിക്കുന്നത് ധൗലധർ എന്നാണ്. ഹിമാചൽ പ്രദേശിൽ ധൗലധർ എന്നും നാഗ്തിബ എന്ന് ഉത്തരാഖണ്ഡിലും നമ്മൾ ഈ ഒരു ലെസർ ഹിമാലയത്തെ ലോക്കലി വിളിക്കുന്നു. ധൗലധർ എന്ന് പറയുന്നത് അപ്പോൾ ഏതാണ്? ലെസർ ഹിമാലയ അല്ലെങ്കിൽ ഹിമാചൽ റേഞ്ച് തന്നെയാണ്. അത് ഏത് സംസ്ഥാനത്താണ് അങ്ങനെ അത് പ്രാദേശികമായിട്ട് ലോക്കലി അറിയപ്പെടുന്നത്? ഹിമാചൽ പ്രദേശിലാണ്. നാഗ്തിബ എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ്? അതും ഹിമാചൽ റേഞ്ച് തന്നെയാണ്. ഹിമാചൽ റേഞ്ച് ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന? ഉത്തരാഖണ്ഡ് കേട്ടോ. എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് നാഗ്തിബ എന്നറിയപ്പെടുന്നത്. ഇമ്പോർട്ടന്റ് ഹിൽ സ്റ്റേഷൻസ് ആൻഡ് കന്റോൺമെന്റ് ഹെൽത്ത് റിസോർട്ട്സ്. ഈ ഹിമാചൽ റേഞ്ചിലാണ്, ലെസർ ഹിമാലയത്തിലാണ് ഹിൽ സ്റ്റേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലേ? ലെസർ ഹിമാലയത്തിലാണ് ഹിൽ സ്റ്റേഷൻസ് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം സുഖവാസ കേന്ദ്രങ്ങളും കന്റോൺമെന്റ് ഹെൽത്ത് റിസോർട്ട്സും ഒക്കെ എവിടെയുണ്ട്? ഈ പറഞ്ഞ ലെസർ ഹിമാലയം അല്ലെങ്കിൽ ഹിമാചൽ റേഞ്ചിലുണ്ട്. ക്ലിയർ അല്ലേ? പ്രധാനമായിട്ട് ഹിമാചൽ ഉത്തരാഖണ്ഡ് വരുന്ന ആ ഒരു ഹിൽ സ്റ്റേഷൻസ് ഏതെല്ലാമാണെന്ന് പറയാമോ? ഷിംല വരുന്നുണ്ട് ഇവിടെ അല്ലേ? ഷിംല വരുന്നുണ്ട്. പിന്നെ മസൂറി വരുന്നുണ്ട്. നൈനിറ്റാൾ വരുന്നുണ്ട്. പിന്നെ ഡൽഹൌസി വരുന്നുണ്ട് ഇവിടെ, ഡൽഹൌസി. പിന്നെ ഉത്തരാഖണ്ഡിലെ അൽമോറ, റാണിക്കെട്ട്, കസോനി എന്നൊക്കെ പറയുന്ന സുഖവാസ കേന്ദ്രങ്ങളെല്ലാം തന്നെ എവിടെയാണ്? ഈ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗത്താണ് വരുന്നത് കേട്ടോ. അപ്പൊ ഒത്തിരി സുഖവാസ കേന്ദ്രങ്ങളുള്ള ഒരു റീജിയണൽ ഡിവിഷനാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. ഒത്തിരി എന്താ പറഞ്ഞേ? സുഖവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു റീജിയണൽ ഡിവിഷൻ അല്ലെങ്കിൽ റീജിയണൽ പോർഷൻ ആണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയാസ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡൂൺ ഡെറാഡൂൺ ഈ പറഞ്ഞ ശിവാലിക് റേഞ്ചിലാണ്. അത് ഈ ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ വരുന്ന ഡൂണാണ് ഡെറാഡൂൺ. അപ്പുറം നമ്മൾ ജമ്മു ഡൂൺ പറഞ്ഞു. ഇവിടെ പ്രധാനമായിട്ടും ഡെറാഡൂൺ വരുന്നു. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയ ഭാഗത്തെ ശിവാലിക്സിലാണ് ഡെറാഡൂൺ ഉള്ളത്. ഈ ഭാഗത്തെ ഗോത്ര വിഭാഗങ്ങൾ ബോട്ടിയാസ് എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ ഗോത്ര വിഭാഗങ്ങൾ ബോട്ടിയാസ് ആണ്. ഇനി ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലുമായിട്ട് ഹിമാലയത്തിൽ ധാരാളം പുൽമേടുകളുണ്ട്. അവയെ നമ്മൾ ബുഗ്യാൽസ് എന്ന് വിളിക്കുന്നു. ഇവിടെ ധാരാളം പുൽമേടുകൾ കാണപ്പെടുന്ന മേഖലയാണ്. ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലുമായിട്ട് ഹിമാലയത്തിൽ ധാരാളം പുൽമേടുകളുണ്ട്. അവയെ എന്ത് വിളിക്കുന്നു? ബുഗ്യാൽസ് എന്ന് വിളിക്കുന്നു. വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള നാഷണൽ പാർക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് വരുന്ന കേട്ടോ. ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗത്തായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നാഷണൽ പാർക്കാണ് വാലി ഓഫ് ഫ്ലവേഴ്സ്. ഇനി ഇവിടുത്തെ തീർത്ഥാടന കേന്ദ്രങ്ങൾ നമ്മൾ അപ്പുറം പറഞ്ഞതുപോലെ വൈഷ്ണോദേവി, അമർനാഥ് കേവ് എന്നൊക്കെ പറയുന്ന പോലെ ഇവിടുത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളൊന്ന് ഗംഗോത്രി, ഉത്തരാഖണ്ഡിലാണ് ഗംഗോത്രി. അറിയാം, ഗംഗയുടെ ഒറിജിൻ ഗംഗോത്രിയിൽ നിന്നാണ്. അടുത്ത യമുനോത്രി, ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. യമുനയുടെ ഉത്ഭവം യമുനോത്രിയിൽ നിന്നാണ്. കേദർനാഥ്, ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ് കേദർനാഥ്, ഉത്തരാഖണ്ഡിലാണ്. അടുത്ത ബദ്രിനാഥ് ഉത്തരാഖണ്ഡിൽ തന്നെയാണ്. വളരെ ഫേമസ് ആണ് ഈ ബദ്രിനാഥ് ക്ഷേത്രം. പിന്നെ ഹേംകുണ്ട് സാഹിബ് കേട്ടോ. ഇത്രയും വളരെ ഫേമസ് ആയിട്ടുള്ള ഉത്തരാഖണ്ഡിൽ തന്നെ ഉൾപ്പെടുന്ന ധാരാളം ക്ഷേത്രങ്ങൾ, ഈ തീർത്ഥാടന കേന്ദ്രങ്ങൾ എവിടെയുണ്ട്? ഹിമാചൽ ഉത്തരാഖണ്ഡ് ഭാഗത്തുണ്ട്. പിന്നെ പ്രയാഗുകൾ, നദികളുടെ ഗംഗ എന്ന് പറയുന്ന നദി ഫോം ചെയ്യുന്നതിന് മുമ്പ് അളകനന്ദ എന്നറിയപ്പെടുന്ന റിവേഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്ന 4 നദികളും പിന്നെ ഈ അളകനന്ദ ഭഗീരഥിലേക്ക് ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗവും ചേർത്തിട്ടാണ് നമ്മൾ പഞ്ചപ്രയാഗ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ അടുത്ത ഡിസ്കഷൻ ഇതിനെപ്പറ്റി, അപ്പോൾ നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹിമാചൽ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഞാൻ വളരെ ഷോർട്ടാക്കി എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പെട്ടെന്ന് ഓർക്കാനായിട്ട് ഈ ഒരു ക്ലാസ് നോക്കിയിട്ട് വളരെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനായിട്ട് വളരെ ഷോർട്ടാക്കി ഓരോ റീജിയന്റെയും പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു മണിക്കൂർ സമയം എടുത്ത് ഡിസ്കസ് ചെയ്ത ഒരു ടോപ്പിക്കാണ് ഇത്. ആപ്പിനകത്ത് നമ്മൾ എടുത്താണ് ഈ ക്ലാസ്. മാത്രമല്ല ഞാൻ യൂട്യൂബിൽ ഈ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി യൂട്യൂബിൽ നിങ്ങൾക്ക് ഈ ക്ലാസ് കാണാനായിട്ട് സാധിക്കും. ഞാൻ ലൈൻ ബൈ ലൈൻ ആയിട്ട് 1 by 1 ആയിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ തന്നു പോകുന്നുണ്ട് ഈ ഒരു പോർഷന്റെ മൊത്തം കേട്ടോ. ഇനി നെക്സ്റ്റ് ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത? ഇത് നേപ്പാൾ ഹിമാലയമാണ്. ഇതിന്റെ പടിഞ്ഞാറ് വശത്ത് വരുന്നത് നേപ്പാൾ ഹിമാലയം, കിഴക്ക് ഭൂട്ടാൻ ഹിമാലയം. അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കാണ് ഈ ഡാർജിലിംഗ് സിക്കിം ഹിമാലയം. ചെറിയൊരു പോർഷനാണ്. ഞാൻ വരച്ച് നിങ്ങളെ കാണിച്ചതല്ലേ, ഒരു വട്ടമിട്ട് കാണിച്ചതാണ്. സിക്കിം ഡാർജിലിംഗ് ഭാഗത്തായിട്ട് വരുന്ന ചെറിയൊരു പോർഷൻ. ടീസ്റ്റ ആണ് ഇവിടുത്തെ പ്രധാന റിവർ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് റിവറാണ് ടീസ്റ്റ. സിക്കിമിലൂടെ ഒഴുകുന്ന നദിയാണ് ടീസ്റ്റ. അതാണ് ഈ ഒരു ഭാഗത്തെ ഏറ്റവും പ്രോമിനന്റ് റിവർ. കാഞ്ചൻജംഗ എന്ന കൊടുമുടി എൻറ്റയർലി ഇന്ത്യക്കകത്ത് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതെന്ന് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയല്ല, അത് മൗണ്ട് കേറ്റുമാണ്. പക്ഷെ എൻറ്റയർലി പൂർണ്ണമായും ഇന്ത്യക്കകത്ത് സ്ഥിതി ചെയ്യുന്ന കൊടുമുടികളിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻജംഗയാണ്. ഇവിടെ ഒരു സുഖവാസ കേന്ദ്രമുണ്ട്, അത് ഡാർജിലിംഗ് ആണ്. ഈ ഡാർജിലിംഗ് സിക്കിം ഹിമാലയത്തിന്റെ പേരിൽ തന്നെ ആ സുഖവാസ കേന്ദ്രം കിടപ്പുണ്ട് അല്ലെ. ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാളിലാണ്, സിക്കിമിലാണെന്ന് എഴുതരുത്. വെസ്റ്റ് ബംഗാളിലുള്ള ഒരു സുഖവാസ കേന്ദ്രമാണ് ഡാർജിലിംഗ്. അത് ഈ ഒരു ഹിമാലയ ഭാഗത്തിന്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഇവിടുത്തെ ഗോത്ര വിഭാഗത്തെ ലെച്പ എന്ന് വിളിക്കുന്നു. ഇവിടുത്തെ
ഈ ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയ മേഖലയിലെ ഗോത്ര വിഭാഗങ്ങൾ ലെച്ച്പ ട്രൈബ്സ് ആണ്. ധാരാളം ടീ പ്ലാന്റേഷൻസ്, തേയില നമ്മുടെ ഉൽപാദന കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ തേയിലയുമായി ബന്ധപ്പെട്ട കാർഷിക മേഖലകൾ എവിടെയുണ്ട്? സിക്കിം, ഡാർജിലിംഗ് മേഖലയിലുണ്ട്. ഈ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്താണ് അവർ ഇവിടുത്തെ മണ്ണ് നല്ല ഹ്യൂമസ് കണ്ടന്റ് ഉള്ള നല്ല ജൈവാംശമുള്ള മണ്ണ് ഉള്ള പ്രദേശമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ തേയില വെച്ച് പിടിപ്പിക്കുന്നത് കേട്ടോ. അങ്ങനെ വെച്ച് പിടിപ്പിച്ച് അതൊരു വലിയ ഒരു ലോകത്തെ തന്നെ ഏറ്റവും വലിയ തേയില വിപണന കേന്ദ്രമൊക്കെ ആക്കി മാറ്റി ഭാവിയിൽ ഈ പ്രദേശത്തെ. ഇനി ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത നോക്കി, ഇവിടെ തൊട്ടങ്ങോട്ട് ഷിവാലിക്സിന്റെ ഫോർമേഷൻ വളരെ ദുർബലമാകുന്നു. ആബ്സെൻസ് ഓഫ് ഷിവാലിക് കാണപ്പെടുന്നത് ഡാർജിലിംഗ്, സിക്കിം, ഹിമാലയാസ് തൊട്ടാണ്. അതിന് പകരമായിട്ട് അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഷിവാലിക്സിന് പകരമായിട്ട് അവിടെ ഫോം ചെയ്യപ്പെട്ട ആ ഒരു ചെറിയ റിഡ്ജ് ഉണ്ട്, ഒരു മൗണ്ടൻ റിഡ്ജ് ഉണ്ട്. അതിന്റെ പേരാണ് ദ്വാർ എന്നറിയപ്പെടുന്ന ഭാഗം. ഇനി അങ്ങോട്ട് ഷിവാലിക്സ് ഇല്ല, ഷിവാലിക്സിന് പകരം അവിടെ എന്തുണ്ട്? ദ്വാർ ഉണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഷിവാലിക്സ് കുറയുന്നതെന്നൊക്കെ ഞാൻ ക്ലാസ്സിൽ പറയുന്നുണ്ട്, കൃത്യമായിട്ട് നിങ്ങൾ നോക്കുക കേട്ടോ. അതിന്റെ റീസൺ ഒന്ന്, ഈ ഒരു നദികളുടെ, പ്രത്യേകിച്ച് ടീസ്റ്റ പോലെയുള്ള നദികൾ കടന്നു പോകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹെവി ഇറോഷൻ, മനസ്സിലായോ? അപ്പം പിന്നെ ഹിമാലയത്തിന്റെ ഫോർമേഷന്റെ സമയത്ത് ഉണ്ടായ പല പ്രശ്നങ്ങൾ, ധാരാളം സബ്സിഡൻസ് നടക്കുന്ന മേഖലകളാണ് അതിന്റെ താഴോട്ടുള്ള സ്ഥലങ്ങളൊക്കെ. അപ്പൊ അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് ഇവിടെ ഷിവാലിക്സിന്റെ ഫോർമേഷൻ വളരെ ദുർബലമാകുന്നു. പകരം അവിടെ ദ്വാർ ഫോർമേഷൻസ്. ഇനി അരുണാചൽ ഹിമാലയത്തിലേക്ക് പോവാണ്. ഭൂട്ടാൻ ഹിമാലയം മുതൽ, ഭൂട്ടാൻ ഹിമാലയത്തിന്റെ അതിര് തൊട്ട് ദിപു പാസ് എന്നറിയപ്പെടുന്ന ഇന്ത്യ, മ്യാൻമാർ, ചൈന അതിർത്തിയിലുള്ള ഒരു ചുരം വരെയാണ് ഈ അരുണാചൽ ഹിമാലയം ഉള്ളത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട കൊടുമുടികളാണ് കങ്തു ആൻഡ് നംചബർവ. നംചബർവ അതുപോലെ കങ്തു, രണ്ട് പ്രധാനപ്പെട്ട കൊടുമുടികൾ ഈ അരുണാചൽ ഹിമാലയത്തിൽ വരുന്നുണ്ട്. ടിബറ്റ് റീജിയനിലാണ് നംചബർവ എന്നറിയാം. അരുണാചൽ ഹിമാലയത്തിലെ പ്രധാന നദിയാണ് ബ്രഹ്മപുത്ര. അപ്പോൾ നമ്മൾ സിക്കിം, ഡാർജിലിംഗ് മേഖലയിൽ ടീസ്റ്റ പറഞ്ഞു അല്ലേ? അരുണാചൽ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദി ബ്രഹ്മപുത്രയാണ്, ഹിമാലയൻ റിവറാണ്. ധാരാളം ഗോത്രങ്ങളുള്ള മേഖലയാണ് അരുണാചൽ ഹിമാലയം. മൂന്നാല് ഗോത്രങ്ങളുടെ പേര് പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് ഇതാണ്: മോൻപ, അബോർ, മിഷ്മി, നൈഷി, നാഗ. അപ്പം മോൻപ, അബോർ, മിഷ്മി, നൈഷി, നാഗ. നാഗാസ് എന്ന് പറയുമ്പോൾ നാഗാലാൻഡ് മാത്രമല്ല, അരുണാചൽ ഹിമാലയത്തിലും ഈ നാഗാസിനെ കാണാൻ സാധിക്കും. ഇവരുടെ ഒരു കൃഷി രീതിയാണ് ജുമ്മിങ് എന്ന് പറയുന്നത്. ഈ ഒരു ഗോത്ര വിഭാഗങ്ങളുടെ ഒരു കൃഷി രീതിയാണ് ജുമ്മിങ്. ഷിഫ്റ്റിംഗ് കൾട്ടിവേഷന്റെ ഒക്കെ ഒരു വകഭേദമാണ് ജുമ്മിങ് കൾട്ടിവേഷൻ. അറിയാം എങ്ങനെയാണെന്നുള്ളത് അല്ലേ? ഒരു ഭാഗത്ത് കൃഷി ചെയ്തു, ഒരു വിളവ് ലഭിച്ചതിന് ശേഷം ആ ഭാഗത്തെല്ലാം വെട്ടിക്കൂട്ടിയിട്ട് അവിടെ കത്തിച്ചിട്ട് അടുത്ത സ്ഥലത്ത് പോകുന്നു. രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥലത്ത് പോയതിനു ശേഷം വീണ്ടും ആദ്യ കൃഷി ചെയ്ത സ്ഥലത്ത് തിരിച്ചെത്തുന്നു. അപ്പോൾ ആ ഒരു കാലം തൊട്ട് ആ ഒരു പ്രദേശത്ത് ഇവർ വെട്ടിയെല്ലാം കൂട്ടിയിട്ട് കത്തിച്ചിട്ട് പോയതല്ലേ, അതെല്ലാം കൂടെ കിടന്ന്, ആ ചാരമെല്ലാം കൂടെ കിടന്ന് ആ പ്രദേശം ഫലഭൂഷ്ടമായി മാറുന്നു, ഫെർട്ടൈലായി മാറുന്നു. അപ്പോൾ ഈ ഒരു കൾട്ടിവേഷനാണ് അരുണാചൽ ഹിമാലയത്തിലുള്ള ആളുകളുടെ ജുമ്മിങ് കൾട്ടിവേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി അടുത്തത് ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടൻസ് ആണ്. അടുത്ത് നോക്കാൻ പോകുന്നത് ഈസ്റ്റേൺ ഹിൽസ് ആൻഡ് മൗണ്ടൻസ്. കിഴക്കൻ കുന്നുകളും അതുപോലെ പർവ്വതങ്ങളും അല്ലെ, അവിടെ വരുന്ന പ്രധാനപ്പെട്ട റേഞ്ചസ് ആണ് പത്കായ്, നാഗ, മണിപ്പൂര്, അതുപോലെ മീസോ ഹിൽസ്. ഇങ്ങനെയുള്ള ഹിൽസ് കാണപ്പെടുന്ന മേഖലയാണ് ഈ പൂർവാചൽ എന്നറിയപ്പെടുന്ന സ്ഥലം. മിസോറാം, മൊളാസസ് ബേസിൻ എന്നറിയപ്പെടുന്ന ഒരു ഇന്ത്യൻ സംസ്ഥാനമാണ് മിസോറാം. ധാരാളം മൊളാസസ്, അൺകൺസോളിഡേറ്റ് ചെയ്യാത്ത സെഡിമെന്റ്സിന്റെ മേഖലയാണ് ഈ മൊളാസസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ധാരാളം അൺകൺസോളിഡേറ്റഡ് സെഡിമെന്റ്സ് ഉള്ള സംസ്ഥാനമാണ് മിസോറാം. അത് ഈ ഒരു ഭാഗത്ത് വരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് പൂർവാചലിൽ ഉൾപ്പെടുന്ന മൗസിൻറാം, ചിറാപുഞ്ചി എന്നീ പ്രദേശങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം മഴ ലഭിക്കുന്നത്. മൗസിൻറാമിലും ചിറാപുഞ്ചിയിലും 1000 സെന്റിമീറ്ററിൽ കൂടുതൽ ആനുവൽ റെയിൻഫോൾ ഉള്ള ഇന്ത്യയിലെ 2 സ്ഥലങ്ങളാണ്. ധാരാളം ട്രൈബൽ ഗ്രൂപ്പ്സ്, നമ്മൾ അരുണാചൽ ഹിമാലയത്തിൽ കണ്ടതുപോലെ ധാരാളം ട്രൈബൽ ഗ്രൂപ്പ്സും അവർ തമ്മിലുള്ള പ്രശ്നങ്ങളും അവർ തമ്മിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ടാകുന്ന ഒരു ഏരിയയാണ് പൂർവാചൽ കേട്ടോ. മലനിരകളിലാണ് കൂടുതലായിട്ടും ഈ ട്രൈബൽസ് താമസിക്കുന്നത്. അവർ തമ്മിൽ വലിയ റിഫ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാറുണ്ട്. ഓൾറെഡി മണിപ്പൂരിലെ കാര്യമൊക്കെ നമ്മൾ കേൾക്കുന്നതാണ് പത്രവാർത്തകളിലൂടെ. സോ ഒരു ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ മേഖലയാണ് ഈ പൂർവാചൽ. നമ്മൾ രണ്ടാമത്തെ ഹോട്ട് ടോപ്പിക്കിലേക്ക് പോവാണ്. പഞ്ചപ്രയാഗ്. നമ്മൾ പറഞ്ഞിരുന്നു പഞ്ചപ്രയാഗ് ഏതൊക്കെയാണെന്നുള്ളത് അല്ലെ? കൃത്യമായിട്ട് പഞ്ചപ്രയാഗുകൾ നോക്കാം. ആദ്യമായിട്ട് ഇത് കണ്ടോ, വിഷ്ണു പ്രയാഗ്. ഫസ്റ്റ് ഓഫ് ഓൾ വിഷ്ണു പ്രയാഗ്. 5 പ്രയാഗുകളിൽ നമുക്ക് ഏറ്റവും നോർത്തിൽ നമ്മൾ വിഷ്ണു പ്രയാഗ് കാണുന്നു. വിഷ്ണു പ്രയാഗ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ നദികളുടെ കൂടിച്ചേരലാണ്, സംഗമമാണ്. ഈ നീല കളറിലുള്ളത്, ഈ നീല കളറിൽ മാർക്ക് ചെയ്തേക്കുന്നത് ശ്രദ്ധിച്ചോണം, അളകനന്ദയാണ്. അളകനന്ദയിലേക്ക് ധൗളിഗംഗ കൂടിച്ചേരുന്ന സ്ഥലമാണ് വിഷ്ണു പ്രയാഗ്. അളകനന്ദയിലേക്ക് ധൗളിഗംഗ. രണ്ടാമത്തെ നോക്കിക്കേ, അളകനന്ദയിലേക്ക് നന്ദാകിനി എന്ന നദി കൂടിച്ചേരുന്ന സ്ഥലമാണ് ഈ രണ്ടാമത്തെ. അളകനന്ദയിലേക്ക് നന്ദാകിനി എന്ന നദി കൂടിച്ചേരുന്നത് നന്ദപ്രയാഗ് എന്നറിയപ്പെടുന്നു. ആ സ്ഥലത്ത് വിളിക്കുന്നു നന്ദപ്രയാഗ്. വിഷ്ണു പ്രയാഗ് പറഞ്ഞു, നന്ദപ്രയാഗ് പറഞ്ഞു. മൂന്നാമത്തെ നോക്കിക്കേ, അളകനന്ദയിലേക്ക് പിണ്ടാർ ഗംഗ എന്ന് പറയുന്ന ഒരു നദി കൂടിച്ചേരുന്ന ഭാഗമാണ് ഇതിൻ്റെ. ഇത്
അളകനന്ദയിലേക്ക് പിണ്ടാർ ഗംഗ. ആ സ്ഥലത്തിന്റെ പേര് കർണപ്രയാഗ് എന്നാണ്. അളകനന്ദയിലേക്ക് പിണ്ടാർ ഗംഗ കൂടിച്ചേരുന്നു, അത് കർണപ്രയാഗ്. നാലാമത്തത് അളകനന്ദയിലേക്ക് മന്ദാകിനി കൂടിച്ചേരുന്ന, മന്ദാകിനി എന്നറിയപ്പെടുന്ന റിവർ കൂടിച്ചേരുന്ന ഭാഗമാണ് മന്ദാകിനി. മന്ദാകിനിയുടെ തീരത്താണ് കേദർനാഥ് എന്ന തീർത്ഥാടന കേന്ദ്രം. ഓൾറെഡി നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിരുന്നു. ഈ മന്ദാകിനി കൂടിച്ചേരുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് രുദ്രപ്രയാഗ്. അളകനന്ദയിലേക്ക് മന്ദാകിനി കൂടിച്ചേരുന്നു. ഫൈനലി ഇതിന്റെ ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളതും ചോദിച്ച് കണ്ടിട്ടുള്ളതും. അളകനന്ദയിലേക്ക് ഭഗീരഥി കൂടിച്ചേരുന്നു. ഈ ഭഗീരഥിയുടെ ഭഗീരഥി തുടങ്ങുന്നത് ഗംഗോത്രിയിൽ നിന്നാണ്. അളകനന്ദയിലേക്ക് ഭഗീരഥി കൂടിച്ചേരുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ദേവപ്രയാഗ്. ഇതിനുശേഷമാണ് ഗംഗ എന്ന നദി ജനിക്കുന്നത്, അല്ലെ ഗംഗ എന്ന പേരിൽ നദി ഒഴുകുന്നത്. ക്ലിയർ? 5 പ്രയാഗുകൾ ഏതെല്ലാമാണ്? വിഷ്ണു പ്രയാഗ് ഒന്നാമത്തെ, ഫസ്റ്റ് ഓഫ് ഓൾ വിഷ്ണു പ്രയാഗ്. അളകനന്ദ അവിടെ നമ്മുടെ നായകനാണ്. അളകനന്ദയിലേക്ക് ആര് വരുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ധൗളിഗംഗ രണ്ടാമത്തെ, നന്ദപ്രയാഗ് അവിടെയും അളകനന്ദ ഉണ്ട്, അത് സ്റ്റേബിൾ ആണ്. അളകനന്ദയിലേക്ക് ആര് വരുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. നന്ദപ്രയാഗ്, നന്ദാകിനി. മൂന്നാമത്തെ കർണപ്രയാഗ് അവിടെയും അളകനന്ദയുണ്ട്, ആര് വരുന്നു? അളകനന്ദയിലേക്ക് കൂടിച്ചേരുന്നു കർണപ്രയാഗില്. പിണ്ടാർ ഗംഗ കൂടിച്ചേരുന്നു. നാലാമതായിട്ട് രുദ്രപ്രയാഗ്, അളകനന്ദ അവിടെ തന്നെയുണ്ട്, ആര് കൂടിച്ചേരുന്നു? മന്ദാകിനി. അഞ്ചാമത്തിനെത്തും അളകനന്ദ അവിടെയുണ്ട്, അളകനന്ദയിലേക്ക് ആര് കൂടിച്ചേരുന്നു? ഭഗീരഥി കൂടിച്ചേരുന്നു. അങ്ങനെ അത് ദേവപ്രയാഗായി മാറുന്നു. ഇതിനുശേഷം നദി ഗംഗ എന്ന പേരിൽ ഒഴുകുന്നു. ക്ലിയർ? 2 ഹോട്ട് ടോപ്പിക്സിന്റെ ഏരിയാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് റീജിയണൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പെട്ടെന്ന് പറഞ്ഞു, പഞ്ചപ്രയാഗ് പറഞ്ഞു. ഇനി ഗംഗയുടെ ട്രിബ്യൂട്ടറീസ് ആണ് പ്രധാനമായിട്ടും നോക്കാനുള്ളത്. ഗംഗയുടെ ഞാൻ ഈ സൈഡ് ഗംഗാ നദിയുടെ നോക്കിക്കോണം. ഈ ലെഫ്റ്റ് ഹാൻഡ് ട്രിബ്യൂട്ടറീസ് ഞാൻ ഇവിടെ വരച്ചിട്ടില്ല, മാർക്ക് ചെയ്തിട്ടില്ല. അത് മാർക്ക് ചെയ്യാത്തൊരു ചിത്രമാണ്. ഗംഗയുടെ റൈറ്റ് ഹാൻഡ് ട്രിബ്യൂട്ടറീസ് നമുക്ക് നോക്കാം. റൈറ്റ് സൈഡ് ട്രിബ്യൂട്ടറീസ്. റൈറ്റ് സൈഡ് ട്രിബ്യൂട്ടറീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറിയാണ് യമുന. നിങ്ങൾക്ക് ഇവിടെ കാണാം കേട്ടോ, ഇതാണ് യമുന. കണ്ടോ, വലിയൊരു നദിയാണ് യമുന. ഏകദേശം 1376 കിലോമീറ്റർ ഒഴുകുന്നുണ്ട് യമുന. കണ്ടോ, ഇവിടുന്ന് തുടങ്ങി ഇങ്ങനെ പോയി തണ്ടി ഈ ഒരു പോർഷനിൽ കൂടിച്ചേരുന്നു യമുന. യമുനയിലേക്ക് വന്ന് കൂടിച്ചേരുന്ന ധാരാളം നദികളുണ്ട്. ചമ്പല് കണ്ടോ, ചമ്പല്, സിന്ധ്, ബെത്തുവ, അതുപോലെയുള്ള കെന്ന, ഇതെല്ലാം യമുനയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. അപ്പം ഗംഗയുടെ ആ ഒരു റൈറ്റ് സൈഡ് നിങ്ങൾ നോക്കിക്കേ, ഗംഗയുടെ റൈറ്റ് സൈഡിൽ ട്രിബ്യൂട്ടറീസ് യമുന പ്രധാനമായിട്ടും വരുന്നുണ്ട്. പിന്നെ കുറെ നദികൾ യമുനയിലേക്ക് ചെന്ന് ചേരുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറി സോൺ എന്നറിയപ്പെടുന്ന ഒരു ട്രിബ്യൂട്ടറിയാണ്. സോൺ റിവർ നേരിട്ട് ഗംഗയിലേക്ക് ചെന്ന് പതിക്കുകയാണ് ചെയ്യുന്നത്. സോൺ റിവർ. സോൺ ഈ തെക്ക് വശത്തുള്ള നദികളുണ്ടല്ലോ, തെക്ക് വശത്തുള്ള നദികൾ, സൗത്ത് സൈഡിലുള്ള നദികൾ നോക്കി, സൗത്ത് സൈഡിലുള്ള നദികൾ, അതിൽ ഏറ്റവും നീളം കൂടിയ ട്രിബ്യൂട്ടറിയാണ് സോൺ എന്നറിയപ്പെടുന്നത്. ഗംഗയുടെ ഡയറക്റ്റ് ഗംഗയിലേക്ക് നേരിട്ട് എന്ന് പതിക്കുന്നതിൽ ഏറ്റവും വലിയ ട്രിബ്യൂട്ടറിയാണ് സോൺ. കാരണം സോണിന്റെ ഉത്ഭവം നിങ്ങൾ നോക്കിക്കുക, അത് ഹിമാലയാസിലല്ല. യമുന റൈറ്റ് സൈഡ് ട്രിബ്യൂട്ടറി ആണെങ്കിൽ അതിന്റെ ഉത്ഭവം ഹിമാലയാസ് ആണ്. എന്നാൽ സോണിന്റെ അങ്ങനെയല്ല. സോൺ റിവറിന്റെ ഉത്ഭവം അമർകാണ്ടക് എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ്. അതൊരു നമ്മുടെ പെനിൻസുലാർ റീജിയനിലാണ് സോൺ റിവർ ഉത്ഭവിക്കുന്നത്. മറ്റൊരു മറ്റു ട്രിബ്യൂട്ടറീസ് നമുക്ക് നോക്കാം. ഗംഗയുടെ മറ്റു ട്രിബ്യൂട്ടറീസ് നമുക്ക് നോക്കാം. ലെഫ്റ്റ് സൈഡ് ട്രിബ്യൂട്ടറീസ് നമുക്ക് നോക്കാം. നദി ഒഴുകുന്ന ദിശയുടെ ഇടതുവശത്തൂടെ നദിയിലേക്ക് ചേരുന്ന നദികൾ, വലതുവശമല്ല ഇടതുവശത്തൂടെ. അതിൽ രാംഗംഗ നോക്കുക, രാംഗംഗ പ്രധാനമായിട്ടും രാംഗംഗ. പിന്നെ വരുന്നത് ഗോമതി എന്നറിയപ്പെടുന്ന ഒരു നദി വരുന്നുണ്ട്. ഗോമതി, ഇതിൻ്റെ ഇവിടെ കണ്ടോ ഗോമതി. ഈ ലക്നൗ എന്നറിയപ്പെടുന്ന സിറ്റി ഗോമതി തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ, ലക്നൗ, ഗോമതി. പിന്നെ നമ്മുടെ എക്സാമിന് ചോദിച്ചത് ഗാഗ്ര റിവർ കുറച്ച് ഇങ്ങനെ ടിബറ്റിലെ മാനസ സരോവർ റേഞ്ചിലാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ അതിനുശേഷം അത് ഇങ്ങനെ വരച്ച് കാണിക്കാൻ മതി. ഗാഗ്ര റിവർ കണ്ടോ, മാനസരോവർ റേഞ്ചിൽ നിന്ന് ഉത്ഭവിച്ച് അത് ഗംഗയിലേക്ക് ഇന്ന് വരുന്നു. ഗാഗ്രയുടെ ഒരു ഇമ്പോർട്ടന്റ് ട്രിബ്യൂട്ടറിയാണ് ശാരദ എന്ന് പറയുന്ന നദി. ഇതേ ഉത്തരാഖണ്ഡിന്റെ നേപ്പാളിന്റെ ബോർഡറിലൂടെ ഒഴുകുന്ന നദിയാണ് ഈ ശാരദ. കണ്ടോ, ഗാഗ്രയുടെ ഒരു ഇമ്പോർട്ടന്റ് ട്രിബ്യൂട്ടറിയാണ് ശാരദ. ക്ലിയർ? ഗാഗ്ര തീരത്താണ് അയോധ്യയൊക്കെ വരുന്നത്. ഈ ഗാഗ്രയുടെ തീരത്താണ് അയോധ്യ വരുന്നത് കേട്ടോ. ഗാഗ്ര സരയു എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് ഇന്ത്യയിൽ. പിന്നെ ഗന്ധക് എന്നറിയപ്പെടുന്ന മറ്റൊരു ട്രിബ്യൂട്ടറി, അതും നേപ്പാൾ ഹിമാലയസിലാണ് ഗന്ധകിന്റെയും ഉത്ഭവം. മൗണ്ട് എവറസ്റ്റിനും ധൗലഗിരിക്കും ഇടയിൽ ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ഗന്ധക്. ഓക്കെ, ഞാൻ ഇതിന് പറഞ്ഞില്ല. ഗാഗ്ര റിവർ മാനസ സരോവർ ലേക്കിന് അടുത്താന്ന് പറഞ്ഞു ഉത്ഭവം, അല്ലെ? മാനസ സരോവർ തടാകത്തിനടുത്ത് ടിബറ്റിലാണ് ഉത്ഭവിക്കുന്ന ആ ഒരു ഹിമാനി, ആ ഒരു ഗ്ലേഷ്യറിന്റെ പേര്, ഇതിന്റെ ഒറിജിൻ മപ്ച ചുങ്കോ എന്നറിയപ്പെടുന്ന ഒരു ഗ്ലേഷ്യറാണ്, മപ്ച ചുങ്കോ ഗ്ലേഷ്യർ. ക്ലിയർ? പിന്നെ വരുന്ന റിവർ എന്ന് പറയുന്നത് കോസിയാണ്. ഇമ്പോർട്ടൻറ്റ് കോസി ടിബറ്റ് ഹിമാലയാസിലാണ് ഉത്ഭവിക്കുന്നത്. കോസി ഇന്ത്യയിലൂടെയും ടിബറ്റിലൂടെയും നേപ്പാളിലൂടെയും ഒഴുകിയതിനു ശേഷം ഇന്ത്യയിലേക്ക് വന്നു ചേരുന്ന നദിയാണ്. ഒരു ഇന്ത്യയിലെ ഏറ്റവും അപകടകാരിയായ നദി, ഡേഞ്ചറസ് റിവർ എന്നും ഇന്ത്യയുടെ ദുഃഖമെന്നും അതുപോലെ ബീഹാറിന്റെ ദുഃഖം എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് കോസി. ഓക്കെ, നമ്മൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാണ്. മൺസൂൺ. മൺസൂൺ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് മൺസൂൺ ഇന്ത്യയിലുണ്ട്. ഒന്ന്
സൗത്ത് വെസ്റ്റ് മൺസൂണും 2 നോർത്ത് ഈസ്റ്റ് മൺസൂണും. എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റാണിത്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണും. അതിൽ ഏറ്റവും ലോങ്ങസ്റ്റ്, ഏറ്റവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ഉണ്ടാക്കുന്ന, ഏറ്റവും കൂടുതൽ ഏരിയാസിൽ മഴ ലഭിക്കാൻ കാരണമാകുന്നത് സൗത്ത് വെസ്റ്റ് മൺസൂണാണ്. ഈ ഒരു മൺസൂണോടെയാണ് ഇന്ത്യയിൽ മഴക്കാലം തുടങ്ങുന്നത് തന്നെ. ഈ മൺസൂൺ ഇന്ത്യയിലേക്ക് എത്താനുള്ള റീസണിനെ പറ്റി പറയുന്നത് ITCSD. നോർമലി ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും ന്യൂനമർദ്ദം, ഏറ്റവും വലിയ ന്യൂനമർദ്ദം അനുഭവപ്പെടുന്ന മേഖലയാണ് ITCSD. ഏറ്റവും വലിയ ന്യൂനമർദ്ദം, ഏറ്റവും പ്രഷർ കുറഞ്ഞ കാണപ്പെടുന്ന മേഖലയാണ് ITCSD. ഈ ITCSD നോർത്ത് സൈഡിലേക്കുള്ള ഷിഫ്റ്റിംഗ് ആണ്. ഇത് കണ്ടോ, അവിടെ എഴുതിയിട്ടുണ്ട് ലോ പ്രഷർ, കണ്ടോ, ലോ പ്രഷർ ITCSD. അത് ഇന്ത്യയുടെ ഭാഗത്തേക്ക്, നോർത്തിലേക്ക്, ഇക്വേറ്ററിൽ നിന്ന് നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൺസൂൺ എന്നറിയപ്പെടുന്ന കാറ്റുകൾ ഇന്ത്യയിലേക്ക് വരാൻ തന്നെ കാരണം. ഈ ഷിഫ്റ്റിംഗ് ഇന്ത്യയിലേക്ക് നടക്കുന്നതിനെയാണ് നമ്മൾ മൺസൂൺ ട്രഫ് എന്ന് വിളിക്കുന്നത്, മൺസൂൺ ബേസിൻ, മൺസൂൺ തടം എന്ന് വിളിക്കുന്നത്. ഈ ഷിഫ്റ്റിങ്ങിനെ ആണ് നമ്മൾ വിളിക്കുന്നത്. ഈ ഷിഫ്റ്റിങ്ങിന് ശേഷം ഈ ഒരു ട്രേഡ് വിൻഡ് കണ്ടോ, ഇക്വേറ്ററിന് താഴെ അതേ ഹെമിസ്ഫിയറിലുള്ള ട്രേഡ് വിൻസ് നിങ്ങൾക്ക് കാണാം ഇവിടെ, കേട്ടോ. ഈ ട്രേഡ് വിൻസ്, ഇത് എന്ത് ട്രേഡ് വിൻസ് ആണ്? നമ്മുടെ ദക്ഷിണാർത്ഥ ഗോളത്തിലെ ട്രേഡ് വിൻസ് ആണ്. ദക്ഷിണാർത്ഥ ഗോളത്തിലെ ട്രേഡ് വിൻസ് എന്ന് പറയുമ്പോൾ, സദേ ഹെമിസ്ഫിയറിലെ ട്രേഡ് വിൻസ് എന്ന് പറയുമ്പോൾ അതിന്റെ പ്രത്യേകത എന്താണ്? അവരെ നമ്മൾ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് എന്ന് വിളിക്കുന്നു. ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് ഇക്വേറ്റർ ക്രോസ് ചെയ്തതിന് ശേഷം റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നു, കേട്ടോ. റൈറ്റിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് എത്തപ്പെടുന്നു. ഓക്കെ, ഇന്ത്യയിലേക്ക് എത്തപ്പെടുന്നു, റൈറ്റിലേക്ക് തിരിഞ്ഞ്. എന്തുകൊണ്ട് റൈറ്റിലേക്ക് തിരിയുന്ന കോറിയോളിസ് പോൾസ് ആണ്. കോറിയോളിസ് പോൾസ് കാരണം റൈറ്റിലേക്ക് തിരിഞ്ഞ് ഇന്ത്യയിലേക്ക് എത്തുന്നു. 2 ബ്രാഞ്ചായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഫസ്റ്റ് ബ്രാഞ്ച് അറേബ്യൻ സീ ബ്രാഞ്ച് ആണ്. ഈ സെക്കൻഡ് ബ്രാഞ്ച് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ആണ്. 2 ബ്രാഞ്ചായിട്ട് തിരിഞ്ഞ് ഇത് ഇന്ത്യയിലേക്ക് എത്തുന്നു, കണ്ടോ. ഇങ്ങനെ 2 ബ്രാഞ്ചായിട്ട് തിരിഞ്ഞ് ഇത് ഇന്ത്യയിലേക്ക് എത്തുന്നു. ഈ അറേബ്യൻ സീ ബ്രാഞ്ച് 3 മറ്റ് ബ്രാഞ്ചുകളായിട്ട് സ്പ്ലിറ്റ് ആയിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത്. ഒന്ന് വെസ്റ്റേൺ ഗട്ട്സിന്റെ ഭാഗത്തേക്ക്, 2 ഈ നർമ്മദ താപ്തി വാലീസിലൂടെ ഈ സെൻട്രൽ ഇന്ത്യയിലേക്ക്, 3 നമ്മുടെ സൗരാഷ്ട്ര ഭാഗത്തൂടെ നമ്മുടെ പഞ്ചാബ് പ്ലെയിൻസിലേക്ക്. അങ്ങനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് നോക്കി, ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് 2 ആയിട്ടാണ് സ്പ്ലിറ്റ് ആവുന്നത്. ഒന്ന് എങ്ങോട്ട് പോകുന്നു? നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന്റെ ഭാഗത്തേക്ക് പോകുന്നു. സെക്കൻഡ് ബ്രാഞ്ച് എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഉള്ളിലേക്ക്, വെസ്റ്റ് ബംഗാൾ വഴി ഇന്ത്യക്ക് ഉള്ളിലേക്ക് പ്രവേശിച്ച് അറേബ്യൻ സീ ബ്രാഞ്ചുമായിട്ട് കൂടിച്ചേരുന്നു. ഇങ്ങനെയാണ് ഈ സൗത്ത് വെസ്റ്റ് മൺസൂണുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് ഞാൻ പറഞ്ഞു. സൗത്ത് വെസ്റ്റ് മൺസൂൺ ഉണ്ടാവാനുള്ള റീസൺ തന്നെ ITCSD നോർത്തിലേക്ക് ഒരു 25 ഡിഗ്രി നോർത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. 0 ഡിഗ്രിയിൽ നിന്ന് ഒരു 25 ഡിഗ്രി നോർത്തിലേക്ക്. ഇതിനെ വിളിക്കുന്ന പേരാണ് മൺസൂൺ തടം, അല്ലേ. അതിനുശേഷം നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലെ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ്, ഈ സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്ത്, സൗത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്ത് എന്തായി മാറുന്നു? വലത്തോട്ട് തിരിഞ്ഞ് സൗത്ത് വെസ്റ്റ് മൺസൂണായി മാറുന്നു. ഈ സൗത്ത് വെസ്റ്റ് മൺസൂൺ 2 ബ്രാഞ്ചായിട്ട് വരുന്നു. ഒന്ന് ഈ അറേബ്യൻ സീ ഭാഗത്തോടെ വരുന്നു, രണ്ടാമത്തെ ബ്രാഞ്ച് ബേ ഓഫ് ബംഗാൾ ഭാഗത്തോടെ വരുന്നു. അങ്ങനെ 2 ബ്രാഞ്ചായിട്ട് ഇത് സ്പ്ലിറ്റ് ചെയ്ത് ഇന്ത്യയിലേക്ക് വരുന്നു. അറേബ്യൻ സീ ബ്രാഞ്ചിൽ വീണ്ടും 3 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഒന്ന് വെസ്റ്റേൺ ഗട്ടിന്റെ ഭാഗത്ത് മഴ നൽകുന്ന ഒരു ബ്രാഞ്ച്, 2 നമ്മുടെ നർമ്മദ താപ്തി വാലീസിലൂടെ സെൻട്രൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബ്രാഞ്ച്, 3 സൗരാഷ്ട്രയിലൂടെ പഞ്ചാബ് പ്ലെയിൻസിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബ്രാഞ്ച്. ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് 2 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഒന്ന് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിലേക്ക് പോകുന്ന ഒരു ബ്രാഞ്ച്, 2 വെസ്റ്റ് ബംഗാൾ വഴി ഇന്ത്യക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു ബ്രാഞ്ച്. അങ്ങനെ 2 ആയിട്ട് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ അടുത്തത് നോർത്ത് ഈസ്റ്റ് മൺസൂൺ ആണ്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ വീണ്ടും പ്രഷർ വേരിയേഷൻ, അതായത് ഇന്ത്യയുടെ ഭാഗത്ത് ഹൈ പ്രഷർ ആകുമ്പോഴാണ് ITCSD ഒക്കെ ഇക്വേറ്ററിന് താഴേക്ക് പോകുന്ന സമയത്താണ് ഇവിടെ എന്താ ഉണ്ടാകുന്നത്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് ഉണ്ടാകുന്നത്. ഈ നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് വരുന്നത് കണ്ടോ, ഈ ആരോസ് നിങ്ങൾ നോക്കിക്കേ. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് കൂടുതലും കരയിലൂടെയാണ് സഞ്ചരിക്കുന്നത്, അല്ലേ. കുറച്ച് ഭാഗം എന്തുണ്ട്? ബേ ഓഫ് ബംഗാളിലൂടെ പ്രവേശിച്ച് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻസ് മോയ്സ്ചറിനെ കളക്ട് ചെയ്ത് തമിഴ്നാട് ഉൾപ്പെടുന്ന കോറമണ്ടൽ റീജിയനിൽ, കോറമണ്ടൽ കോസ്റ്റിൽ മഴ നൽകുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇതാണ് നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡുമായിട്ട് അല്ലെ നോർത്ത് ഈസ്റ്റ് മൺസൂണുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നോർത്ത് ഈസ്റ്റ് മൺസൂൺ എന്ന് പറയുന്നത് ആര് തന്നെയാണ്? നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് തന്നെയാണ് നോർത്ത് ഈസ്റ്റ് മൺസൂണായി പരിണമിക്കുന്നത്, കേട്ടോ. നോർത്ത് ഈസ്റ്റ് ട്രേഡ് വിൻഡ് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ അടുത്തിലേക്ക് പോകുന്ന മാൾവ പ്ലേറ്റുവിനെ പറ്റി ചോദ്യം വരുമെന്ന് ഞാൻ പറഞ്ഞത്, അല്ലേ. മാൾവ പ്ലേറ്റു ആണ് അടുത്ത നമ്മുടെ ഹോട്ട് ടോപ്പിക്ക്. മാൾവ പ്ലാറ്റുവിന്റെ അതിർത്തികൾ നോക്കിക്കേ. ആരവല്ലീസ് ഉണ്ട്, വിന്ധ്യ ഉണ്ട്. ആരവല്ലീസിനും വിന്ധ്യയ്ക്കും ഇടയ്ക്കാണ് ഈ മാൾവ പീഠഭൂമി വരുന്നത്. അതിനുശേഷം മാൾവ പീഠഭൂമിയുടെ എക്സ്റ്റൻഷൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. ബുന്ദേൽഖണ്ഡ്, ബാഗേൽഖണ്ഡ് എന്നീ പീഠഭൂമി ഈ മാൾവ പ്ലാറ്റുവിന്റെ ഈസ്റ്റ് വേർഡ് എക്സ്റ്റൻഷൻ ആണ്. പിന്നെ ഈ പ്ലാറ്റൂസ് ബുന്ദേൽഖണ്ഡ്, ബാഗേൽഖണ്ഡ് ഒക്കെ അവസാനിക്കുമ്പോൾ ഇതിന്റെ ഏറ്റവും ഈസ്റ്റിലായിട്ട് ചോട്ടാ നാഗ്പൂർ വരുന്നുണ്ട്. ഇതാണ് ഇന്ത്യയുടെ മിനറൽ ഹൗസ് എന്നറിയപ്പെടുന്ന പീഠഭൂമി. അപ്പൊ മാൾവ, ബുന്ദേൽഖണ്ഡ്, ബാഗേൽഖണ്ഡ്, ചോട്ടാ നാഗ്പൂര് ഉണ്ടോ? ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ്. അതിന്റെ ഇവരെ വിന്ധ്യ
റേഞ്ചസിന് മുകളിലോട്ടുള്ള എല്ലാ പീഠഭൂമികളെ കൂടെ നമ്മൾ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുന്നത്? സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് വിളിക്കുന്നു. താഴെ ഡെക്കാൻ പീഠഭൂമി ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പേര് എഴുതിയിട്ടുണ്ട്. സത്പുരയ്ക്ക് താഴോട്ട് ഡെക്കാൻ പീഠഭൂമിയുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഇതാണ്. പക്ഷേ മുകളിലുള്ള വിന്ധ്യാനിരയ്ക്ക് അല്ലെങ്കിൽ നർമ്മദയ്ക്ക് മുകളിലോട്ടുള്ള പീഠഭൂമികൾ മാൾവ, ബുന്ദേൽഖണ്ഡ്, ബാഗേൽഖണ്ഡ്, ഛോട്ടാ നാഗ്പൂർ എന്നീ പ്രധാന പീഠഭൂമികളാണ്. ഇവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? പ്രധാനമായിട്ടും സെൻട്രൽ ഹൈലാൻഡ്സ് എന്ന് വിളിക്കുന്നു. ഈ സെൻട്രൽ ഹൈലാൻഡ്സിന്റെ മാൾവ പീഠഭൂമിയുടെ വെസ്റ്റേൺ സൈഡിലാണ് ആരവല്ലീസ് വരുന്നുണ്ടോ? ആരവല്ലീസ് എവിടെ വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആരവല്ലീസിനെ പറ്റി ഒരു ചോദ്യം ഉണ്ടായിരുന്നു ഡിഗ്രി ലെവലിൽ. ഇന്ത്യയിലെ ഏറ്റവും ഓൾഡസ്റ്റ് മൗണ്ടെയിൻ റേഞ്ച് എന്ന് ചോദിച്ചാൽ ആരവല്ലിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര. ഫോർമേഷൻ ഇതിന്റെ കാലത്ത് അത് രൂപപ്പെടുന്ന സമയത്ത് ഒരു ഫോൾഡ് മൗണ്ടെയിൻ ആയിട്ടാണ് രൂപപ്പെട്ടത്. പക്ഷേ നിലവിൽ അതൊരു റെസിഡ്യുവൽ അല്ലെങ്കിൽ അവശിഷ്ട പർവ്വതനിരയ്ക്ക് ഉദാഹരണമായിട്ട് പറയാറുണ്ട്. ആരവല്ലീസിന്റെ ലെഫ്റ്റിലേക്ക് നിങ്ങൾ നോക്കിയേ, ആരവല്ലീസ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് താർ ഡെസേർട്ട് ആണ്. അതിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പിന്നീട് വെസ്റ്റ് സൈഡിലേക്ക് പിന്നീട് അങ്ങോട്ട് താർ ഡെസേർട്ട് ആണ്. ഓക്കെ, ആരവല്ലീസിനെ പറ്റി പറഞ്ഞു. ആരവല്ലിയിൽ ഏറ്റവും ഉയരം കൂടി കൊടുമുടി ചോദിച്ചിട്ടുണ്ട് ഡിഗ്രി ലെവൽ എക്സാമിന്. ആരവല്ലിയിൽ ഏറ്റവും ഉയരം കൂടി കൊടുമുടി ഗുരു ശിഖറാണ്. മൗണ്ട് ഗുരു ശിഖറാണ്. ആരവല്ലിയിലെ സുഖവാസ കേന്ദ്രം എക്സാംസിന് ചോദിക്കാറുള്ളതാണ്. മൗണ്ട് അബു ആണ്. ആരവല്ലിയിലെ സുഖവാസ കേന്ദ്രം ഏതാണ്? മൗണ്ട് അബു ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു പോർഷൻ കഴിഞ്ഞു. മാൾവ പീഠഭൂമിയെ പറ്റിയൊക്കെ നോക്കിയിട്ട് വേണം പോകാനായിട്ട് എക്സാമിന്. ഇനി മാൾവ പീഠഭൂമി പറ്റി പറയുന്ന കാര്യം നോക്കിയാൽ, ലാർജസ്റ്റ് ആൻഡ് വൈഡസ്റ്റ് പ്ലാറ്റു ഇൻ സെൻട്രൽ ഹൈലാൻഡ്സ്. ഇന്ത്യയിലല്ല, സെൻട്രൽ ഹൈലാൻഡ്സ് എന്നറിയപ്പെടുന്ന ഭാഗത്തെ ഏറ്റവും ലാർജസ്റ്റും വൈഡസ്റ്റും ആരാണ്? മാൾവയാണ്. ഇതിന്റെ ബോർഡർ കണ്ടോ? വിന്ധ്യയാണ് സൗത്ത്, ഞാൻ വരച്ച് കാണിച്ചായിരുന്നു. ആരവല്ലിയാണ് വെസ്റ്റ്. കണ്ടോ? രണ്ട് പ്രധാനപ്പെട്ട ബോർഡേഴ്സ് ഉണ്ട്. ഇതിന്റെ ഈസ്റ്റേൺ എക്സ്റ്റൻഷൻ ആണ് ബുന്ദേൽഖണ്ഡ്, അതുപോലെ തന്നെ ബാഗേൽഖണ്ഡ് തുടങ്ങിയ പ്ലാറ്റൂസ് മാൾവയുടെ ഈസ്റ്റേൺ എക്സ്റ്റൻഷൻ ആണ് കേട്ടോ, തുടർച്ചയാണ്. ഇനി ഇമ്പോർട്ടന്റ് റിവർ നോക്കാം. ഇവിടുത്തെ പ്രധാനപ്പെട്ട റിവർ ഏതൊക്കെയാണ് മാൾവ പീഠഭൂമിയിലെ? ചമ്പൽ, ബത്തുവ, കെന്ന്, സിന്ധ്, ബനാസ്, ക്ഷിപ്ര ഒക്കെയാണ് മാൾവ പ്ലാറ്റൂവിലെ പ്രധാനപ്പെട്ട റിവേഴ്സ്. അതിൽ ചമ്പലും ബത്തുവായും കെന്നും സിന്ധും യമുനയുടെ ട്രിബ്യൂട്ടറീസും, ബനാസ്, ക്ഷിപ്ര എന്നീ നദികൾ ചമ്പലിന്റെ ട്രിബ്യൂട്ടറീസുമാണ്. ഓക്കെ, ചമ്പല്, ബത്തുവ, കെന്ന്, സിന്ധ് യമുനയുടെ ട്രിബ്യൂട്ടറീസും, ബനാസും ക്ഷിപ്രയും ചമ്പലിന്റെ ട്രിബ്യൂട്ടറീസുമാണ്. മോസ്റ്റ് ഓഫ് ദ റവീൻസ് ആൻഡ് ബാഡ് ലാൻഡ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റവീനുകളും ബാഡ് ലാൻഡ് ആണ്, നിഷ്ബല ഭൂപ്രദേശങ്ങളും കാണപ്പെടുന്നത് മാൾവ പീഠഭൂമിയിലാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം റവീൻസും അതുപോലെ തന്നെ ബാഡ് ലാൻഡ്സും കാണപ്പെടുന്നത്, ബാഡ് ലാൻഡ്സ് നിഷ്ബല ഭൂപ്രദേശം കാണപ്പെടുന്നത് മാൾവ പീഠഭൂമിയിലാണ്. മാൾവ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിർത്തിയെ പറ്റി ചോദ്യമുണ്ട്, ശ്രദ്ധിച്ചോണം. ആരവല്ലിയാണ് മാൾവ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അതിർത്തി, ആരവല്ലിയാണ്. അപ്പോൾ ആരവല്ലി കൊണ്ടാണ് മാൾവ പീഠഭൂമി ലെഫ്റ്റ് സൈഡിൽ അവസാനിക്കുന്നത്. ഇനി നമ്മൾ സോയിൽ എന്ന ഹോട്ട് ടോപ്പിക്കിലേക്ക് പോവാണ്. രണ്ട് പ്രധാനപ്പെട്ട സോയിൽസ് ചോദിക്കാറുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഒന്ന് അലൂവിയൽ സോയിലും രണ്ട് ബ്ലാക്ക് സോയിൽ. അലൂവിയൽ സോയിലിനെ പറ്റി പറയാം. അലൂവിയൽ സോയിൽ കൂടുതലും കാണപ്പെടുന്നത് നോർത്തേൺ പ്ലെയിൻസിലും റിവർ വാലീസിലുമാണ്. ഇന്ത്യയിൽ ഉത്തര മഹാസമുദ്രം, നോർത്തേൺ പ്ലെയിൻ, അതുപോലെ തന്നെ നദിയുടെ തീരങ്ങൾ, റിവർ വാലീസിലും കാണപ്പെടുന്നു. 40% ഓഫ് ദ ടോട്ടൽ സോയിൽ കവർ ഈ അലൂവിയൽ സോയിലാണ്. ഇന്ത്യയിലെ ആകെയുള്ള മണ്ണിനങ്ങളുടെ 40%ഉം അലൂവിയൽ സോയിലാണ്. ഇവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും ഡെപ്പോസിറ്റ് ചെയ്യുന്നതും ആരാണ്? നദികളാണ്. അലൂവിയൽ സോയിൽ കൊണ്ടുവരുന്ന ആരാണ്? നദികളാണ്. ദേ എക്സ്റ്റെൻഡ് ഇൻ ദ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് ഇന്ത്യ. ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിലാണ് കേട്ടോ. പെനിൻസുല റീജിയൻ, നമ്മുടെ ഉപദ്വീപിന്റെ ഭാഗത്ത് ഹിമാലയത്തിലെ നോർത്തേൺ പ്ലെയിൻസ് അല്ലാതെ നമ്മുടെ പെനിൻസുല റീജിയനിൽ അവർ പ്രധാനമായും കാണപ്പെടുന്നത്, അലൂവിയൽ സോയിൽ കാണപ്പെടുന്നത് ഡെൽറ്റാസിലും അതുപോലെ തന്നെ ഈസ്റ്റ് കോസ്റ്റിലെ ഡെൽറ്റാസ്, നമ്മുടെ കിഴക്കൻ തീരത്തെ ഡെൽറ്റാസിലും അതുപോലെ നദികളുടെ വാലീസിലും കേട്ടോ, നദീ താഴ്വരകളിലും ഒക്കെ ആയിട്ട് അലൂവിയൽ സോയിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അലൂവിയൽ സോയിൽ അതിന്റെ സ്വഭാവം പറയുവാണ്. അവ സാൻഡ് തൊട്ട് അത് ക്ലേ, ലോമ്, ക്ലേ തുടങ്ങിയ എല്ലാ മണ്ണിന്റെ സവിശേഷതകളും കാണിക്കുന്ന മണ്ണിനമാണ് അലൂവിയൽ സോയിൽ. പൊട്ടാഷ് സമ്പന്നമാണ്, ഫോസ്ഫറസ് കുറവാണ്. പ്രധാന മിനറൽസ് പൊട്ടാഷാണ് പ്രധാനമായിട്ട് അതിനകത്തുള്ളത്, ഫോസ്ഫറസ് വളരെ കുറവാണ്. ഗംഗാ റീജിയനിൽ, ഗംഗാ സമതലത്തിൽ ഇത് രണ്ട് പേരിൽ അറിയപ്പെടുന്നുണ്ട് അലൂവിയൽ സോയിൽ, ഖാദറും ബംഗറും. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്. ഖാദർ ന്യൂ അലൂവിയമാണ്, പുതിയ അലൂവിയമാണ്. നദി കൊണ്ടുവരുന്ന ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള, ഏറ്റവും റിച്ച് ആയിട്ടുള്ള, ഫൈൻ ആയിട്ടുള്ള സോയിലാണ് ഖാദർ. ബംഗർ ഓൾഡ് അലൂവിയമാണ്. ബംഗർ എന്നറിയപ്പെടുന്നത് ഓൾഡ് അലൂവിയമാണ്. ഓൾഡ് അലൂവിയം, പഴയ എക്കൽ നിക്ഷേപങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബംഗർ എന്ന് വിളിക്കുന്നത്. ബ്ലാക്ക് സോയിലിലേക്ക് വരാം. ബ്ലാക്ക് സോയിൽ ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സോയിൽ ബ്ലാക്ക് സോയിലാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കാണപ്പെടുന്നത് ബ്ലാക്ക് സോയിലാണ്. ഡെക്കാൻ പീഠഭൂമിയിൽ എന്തുകൊണ്ട് ബ്ലാക്ക് സോയിൽ കാണുന്നു എന്ന് ചോദിച്ചാൽ, ഡെക്കാൻ പീഠഭൂമി ഒരു ലാവ പ്ലാറ്റു ആണ്. അപ്പോൾ ലാവ പീഠഭൂമിയിൽ ലാവാശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. അപ്പം എവിടെയൊക്കെ ഇത് വ്യാപിച്ച് കിടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ഗുജറാത്ത്, ആന്ധ്ര എന്നീ സ്ഥലങ്ങളിൽ ബ്ലാക്ക് സോയിൽ കാണാനായിട്ട് സാധിക്കും. ബ്ലാക്ക് സോയിലിനെ റിഗർ സോയിൽ എന്ന് വിളിക്കുന്നു കേട്ടോ. റിഗർ സോയിൽ എന്നും ബ്ലാക്ക് കോട്ടൺ സോയിൽ, കറുത്ത പരുത്തി മണ്ണ് എന്ന് പ്രത്യേകം വിളിക്കുന്നു.
ദ ബ്ലാക്ക് സോയിൽസ് ആർ ജനറലി ക്ലേ കേട്ടോ, ഒരു ക്ലേ സ്വഭാവം കാണിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഡീപ്പ് ആൻഡ് ഇംപെർമിയബിൾ ആണ് ഈ ബ്ലാക്ക് സോയിൽ. ഇനി ഇതിന്റെ ഏറ്റവും സവിശേഷത നോക്കാൻ പോവാണ്. ബ്ലാക്ക് സോയിൽ സ്വെൽ ആൻഡ് ബിക്കം സ്റ്റിക്കി വെൻ വെറ്റ് ആൻഡ് ഷ്രിങ്ക് വെൻ ഡ്രൈഡ്. മഴ നനയുമ്പോൾ, ഈർപ്പം അല്ലെങ്കിൽ വെള്ളം നനയുമ്പോൾ ഈ മണ്ണിലെ തരികൾ കുതിർന്ന് വീർക്കുകയും അതുപോലെ തന്നെ വെള്ളം നഷ്ടപ്പെടുമ്പോൾ ജലാംശം കുറയുമ്പോൾ അത് ഷ്രിങ്ക് ആവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഡ്യൂറിങ് ഡ്രൈ സീസൺ ദി സോയിൽ ഡെവലപ്പ് വൈറ്റ് ക്രാക്സ്, വലിയ വിള്ളലുകൾ ഈ പറഞ്ഞ മണ്ണുള്ള പ്രദേശത്ത് ഉണ്ടാകുന്നു. ഇനി അത് മാത്രമല്ല, ഇത് സ്വയം ഉഴുതുമറിക്കുന്ന സെൽഫ് ഫ്ലഫിംഗ് സോയിൽ എന്നാണ് ഈ ബ്ലാക്ക് സോയിൽ അറിയപ്പെടുന്നത്. സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണെന്നറിയപ്പെടുന്നു. മറ്റൊരു പ്രത്യേകത, മോയ്സ്ചറിനെ റീറ്റെയിൻ ചെയ്യാൻ ഏറ്റവും കഴിവുള്ള മണ്ണിനമാണ് ബ്ലാക്ക് സോയിൽ. അതുകൊണ്ട് തന്നെ ഡ്രൈ സീസണിൽ ഇവയ്ക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ക്രോപ്സിൽ, ഈ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകൾക്ക് സർവൈവ് ചെയ്യാനായിട്ട് സാധിക്കും. ഒത്തിരി കാര്യങ്ങൾക്ക് റിച്ച് ആണ് ബ്ലാക്ക് സോയിൽ. എന്തിനൊക്കെയാണ്? ലൈം, അതുപോലെ അയൺ, മഗ്നീഷ്യ, അലുമിന എന്നീ കാര്യങ്ങൾക്ക് റിച്ച് ആണ്. അതുപോലെ പൊട്ടാഷ് കണ്ടന്റ് ഇതിനകത്തുണ്ട്, ധാരാളമായിട്ടുണ്ട്. ഇല്ലാത്തത് ഫോസ്ഫറസ്, നൈട്രജന്, അതുപോലെ ഓർഗാനിക് മാറ്റർ വളരെ കുറവാണ്. ജൈവാംശം വളരെ കുറവാണ്. ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണിനം എന്ന് നമ്മൾ പഠിച്ചേക്കുന്നത് ഏതാണ്? അത് ഫോറസ്റ്റ് സോയിലാണ്, മൗണ്ടൈൻ സോയിലാണ്, പർവ്വത മണ്ണാണ് അല്ലേ? മൗണ്ടൈൻ സോയിൽ പർവ്വത മണ്ണാണ്. ഈ ഈ ഓർഗാനിക് മാറ്ററിന്റെ അംശം വളരെ കുറവുള്ള ഒരു മണ്ണിനമാണ് ബ്ലാക്ക് സോയിൽ കേട്ടോ. ഇനി നമ്മൾ മിനറൽസിലേക്ക് പോവാണ്. പ്രധാനമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം മൈക്കയാണ് ചോദിച്ചത്. മൈക്ക ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനമാണ് ചോദിച്ചത്, ആന്ധ്രാപ്രദേശ്. അപ്പം ബാക്കിയുള്ളതും കൂടെ വേണമെങ്കിൽ ഇത്തവണ ഈ പുതിയ സ്റ്റേറ്റ് വൈസ് പ്രൊഡക്ഷൻ 2023 കണക്ക് വെച്ചുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം. അയണോർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒഡീഷയാണ്, ഓർത്തോണം, ഒഡീഷയാണ്. മാംഗനീസ് മധ്യപ്രദേശാണ്. മാംഗനീസ് ഈ അടുത്ത കാലത്ത് മാറിയതാണ്, മധ്യപ്രദേശ്. ബോക്സൈറ്റ് ഒഡീഷയാണ്, വീണ്ടും ഒഡീഷ. കോപ്പർ മധ്യപ്രദേശാണ്. ഗോൾഡ് കർണാടകയാണ്. ക്രോമൈറ്റ് ഒഡീഷയാണ്. അപ്പോൾ അയണോർ ഒഡീഷ ഓർക്കുക, കൃത്യമായിട്ട് ഓർത്തോണം. അയണോർ, മാംഗനീസ് മധ്യപ്രദേശ്, ബോക്സൈറ്റ് ഒഡീഷ, കോപ്പർ മധ്യപ്രദേശ്, ഗോൾഡ് കർണാടക, ക്രോമൈറ്റ് ഒഡീഷ. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ധാതു സമ്പന്നമായിട്ടുള്ള ധാതുക്കൾ കഴിഞ്ഞ വർഷം ഏറ്റവും അധികം ധാതുക്കൾ പ്രൊഡ്യൂസ് ചെയ്തത് ഏത് സംസ്ഥാനത്താണ് എന്ന് ചോദിക്കാം. അപ്പോൾ അത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായിട്ട് പരിഗണിക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. ഒഡീഷയിലാണ് ഏറ്റവും കൂടുതൽ ധാതുക്കൾ കഴിഞ്ഞ വർഷം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. അയണോർ മാത്രമല്ല, ബോക്സൈറ്റ് മാത്രമല്ല, പല ധാതുക്കളും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തത് കഴിഞ്ഞ വർഷം, ലാസ്റ്റ് വർഷത്തെ കണക്ക് പ്രകാരം ഒഡീഷയാണ്. ഇന്ത്യയിൽ 3 സ്ഥലത്ത് ജനറലി നമ്മുടെ മിനറൽസ് കേന്ദ്രീകരിക്കുന്നത്. 1 നോർത്ത് ഈസ്റ്റേൺ പ്ലാറ്റു, 2 സൗത്ത് വെസ്റ്റേൺ പ്ലാറ്റു, 3 നോർത്ത് വെസ്റ്റേൺ റീജിയൻ. 3 സ്ഥലങ്ങളിലാണ് ഇന്ത്യയിൽ എന്ത് കാണാനായിട്ട് സാധിക്കുന്നത്? ഈ പറഞ്ഞ മിനറൽസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. 1 നോർത്ത് ഈസ്റ്റേൺ പ്ലാറ്റു ആണ് ഇതിൻ്റെ ഈ ഒരു ഭാഗം, ഇതിൻ്റെ ഈ ഒരു പോർഷൻ കേട്ടോ. ഏറ്റവും കിഴക്ക് വശം നോക്കുക ഇന്ത്യയുടെ, ഇതിൻ്റെ ഈ ഒരു പോർഷൻ നോർത്ത് ഈസ്റ്റേൺ പ്ലാറ്റു. രണ്ടാമത്തത് സൗത്ത് വെസ്റ്റേൺ പ്ലാറ്റു. മൂന്നാമത്തത് നോർത്ത് വെസ്റ്റേൺ റീജിയൻ. ഇങ്ങനെ 3 സ്ഥലങ്ങളിലായിട്ട് ഇന്ത്യയിൽ ധാരാളം മിനറൽസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ മിനറൽ ബെൽറ്റിന്റെ എണ്ണം ചോദിച്ചാൽ 3 ഓർത്തോണം കേട്ടോ. ഇന്ത്യയിലെ മിനറൽ ബെൽറ്റുകളുടെ എണ്ണം ഛോട്ടാ നാഗ്പൂർ മാത്രമല്ല, ഈ 3 എണ്ണം ഉണ്ട്. നോർത്ത് ഈസ്റ്റേൺ, സൗത്ത് വെസ്റ്റേൺ, പിന്നെ നോർത്ത് വെസ്റ്റേൺ. അങ്ങനെ 3 ഭാഗങ്ങളിലാണ് നമുക്ക് ഇന്ത്യയിൽ മിനറൽ ബെൽറ്റ്സ് ഉള്ളത്. അപ്പോൾ ഗുജറാത്തിന്റെ പ്രത്യേകത, ഗുജറാത്ത് ഈസ് നോൺ ഫോർ ഇറ്റ്സ് പെട്രോളിയം പ്രോഡക്ട്സ്. പെട്രോളിയം ഡെപ്പോസിറ്റ്സ് ധാരാളമുള്ള സംസ്ഥാനമാണ് ഗുജറാത്ത്. ഓയിൽ റിസോഴ്സസ് കാണപ്പെടുന്ന മറ്റൊരു മേഖലയാണ് മുംബൈ കോസ്റ്റ്. പിന്നെ മിനറൽ ഓയിൽ ഡിപ്പോസിറ്റ് ഉള്ള മറ്റൊരു സംസ്ഥാനമാണ് ആസാം. അപ്പോൾ ആസാമിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും നമുക്ക് ഓയിലിന്റെ ഡെപ്പോസിറ്റ് ഉണ്ട്, പെട്രോളിയത്തിന്റെ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇന്ത്യയിലെ ഫസ്റ്റ് ഓയിൽ ഫീൽഡ് ദിഗ്ബോയ് ആണ്. ഏറ്റവും വലിയ എണ്ണ ഖനി ഓയിൽ ഫീൽഡ് മുംബൈ ഹൈ ആണ്. ആദ്യത്തേത് ദിഗ്ബോയ് ആണ്, ഏറ്റവും വലുത് മുംബൈ ഹൈ ആണ്. ഹിമാലയൻ മേഖലയിൽ കാണപ്പെടുന്ന ധാതുക്കൾ കോപ്പർ, ലെഡ്, സിങ്ക്, കൊബാൾട്ട് ഒക്കെയാണ് പ്രധാനമായിട്ടും. ടങ്സ്റ്റൺ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഹിമാലയൻ റീജിയനിൽ കാണപ്പെടുന്ന മിനറൽസ് എന്നറിയപ്പെടുന്നത്. നമ്മൾ ഇൻഡസ്ട്രീസിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രധാനമായിട്ട് കോട്ടൺ ഇൻഡസ്ട്രി നോക്കണമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. കോട്ടൺ, അയൺ, ഷുഗർ ഒക്കെ നോക്കിയിട്ട് പോകണം. കോട്ടൺ പ്രത്യേകം നോക്കണം. ഇന്ത്യയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ട്രഡീഷണൽ ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇന്ത്യയിലെ ഏറ്റവും പരമ്പരാഗതമായിട്ടുള്ള. ഇനി അഗ്രോ ബേസ്ഡ് പരിഗണിച്ചാൽ അതിനകത്ത് ഏറ്റവും വലിയ ഇൻഡസ്ട്രിയും ഇത് തന്നെയാണ്, കോട്ടൺ ആണ്. ഇന്ത്യ വാസ് ഫേമസ് വേൾഡ് വൈഡ് ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മസ്ലിൻ, എ വെരി ഫൈൻ വെറൈറ്റി ഓഫ് കോട്ടൺ ക്ലോത്ത്. പിന്നെ കലിക്കോസ്, ചിൻസ് ആൻഡ് അതർ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ഫൈൻ കോട്ടൺ ക്ലോത്ത്. ഇതെല്ലാം ഇന്ത്യ വളരെ ഫേമസ് ആയിരുന്നു. മസ്ലിൻ, അതുപോലെ കാലിക്കോസ്, ചിൻസ് തുടങ്ങിയ കോട്ടൺ വെറൈറ്റീസിന്റെ പ്രൊഡക്ഷനിൽ ഇന്ത്യ ഭയങ്കര ഫേമസ് ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യത്തെ കോട്ടൺ മില്ല് എന്ന് പറയുന്നത് ഫോർട്ട് ഗ്ലോസ്റ്റർ ആണ്. കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലോസ്റ്റർ 1818 സ്റ്റാർട്ട് ചെയ്ത ഒരു കോട്ടൺ മില്ലാണ് ഫോർട്ട് ഗ്ലോസ്റ്റർ. അത് കൽക്കട്ടയിലാണ്. ഇനി 1854 ആദ്യത്തെ മോഡേൺ കോട്ടൺ മിൽ ഇന്ത്യയിൽ സ്ഥാപിച്ചു. അത് മുംബൈയിലാണ്. ആദ്യത്തെ മോഡേൺ കോട്ടൺ മിൽ അത് മുംബൈയിലായിരുന്നു. ഏറ്റവും കൂടുതൽ കോട്ടൺ മിൽസ് ഉള്ളത് ഇപ്പോൾ മുംബൈയിൽ തന്നെയാണ്. എന്നാൽ ഏറ്റവും അധികം കോട്ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏതെന്ന് ചോദിച്ചാൽ നിലവിൽ ഗുജറാത്താണ്.
കോട്ടൺ മില്ലുകൾ കൂടുതലുള്ളത് മുംബൈയിലാണ്. അതുകൊണ്ട് അതിനെ കോട്ടോണോപോളിസ് എന്ന് വിളിക്കുന്നു. ഒരു സിറ്റിനെ ലാർജ് നമ്പർ ഓഫ് കോട്ടൺ മിൽസ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ മുംബൈ. സെക്കൻഡ് ലാർജസ്റ്റ് കോട്ടൺ ഇൻഡസ്ട്രി ഇന്ത്യയിൽ ഏറ്റവും അധികം കോട്ടൺ മില്ല് കാണപ്പെടുന്ന രണ്ടാമത്തെ പ്രദേശം അഹമ്മദാബാദാണ്. അഹമ്മദാബാദിനെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് വിളിക്കുന്നു. അഹമ്മദാബാദിനെ ഇന്ത്യയുടെ മാഞ്ചസ്റ്റർ എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ക്രോപ്പിംഗ് സീസൺ ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ SCERT-ക്കകത്തും NCERT-ക്കകത്തും ഇതൊരു ചെറിയ ഡിഫറൻസ് ഉണ്ട്. 3 ക്രോപ്പിംഗ് സീസണാണ് ഉള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ഖാരിഫ് ആണ്. ഖാരിഫ് SCERT ടെസ്റ്റിനകത്ത് 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ജൂൺ തൊട്ട് നവംബർ വരെയാണ് കൊടുത്തേക്കുന്നത്. പക്ഷെ നമുക്കിവിടെ +1 ടെക്സ്റ്റിനകത്ത് ജൂൺ തൊട്ട്, ഹയർ സെക്കൻഡറി ബുക്കിൽ NCERT ടെക്സ്റ്റിനകത്ത് ജൂൺ ടു സെപ്റ്റംബർ എന്നേ കൊടുത്തിട്ടുള്ളൂ. ക്രോപ്പിംഗ് സീസൺ ഖാരിഫിന്റെ ജൂൺ ടു സെപ്റ്റംബർ. റൈസ്, കോട്ടൺ, ബജ്റ, മെയ്സ്, ജോവർ, അതുപോലെ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഖാരിഫ് ക്രോപ്സ് എന്നറിയപ്പെടുന്നത്. റാബി ഒക്ടോബർ ടു മാർച്ച് ആണ് നമ്മുടെ ഹയർ സെക്കൻഡറി ബുക്കിൽ ഉള്ളത്. 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ അത് നവംബർ ടു മാർച്ച് എന്നാണ് കൊടുത്തേക്കുന്നത്. ഇത് ഇവിടെ ഒക്ടോബർ ടു മാർച്ച് ആണ് കേട്ടോ. ഒക്ടോബർ ടു മാർച്ച് ആണ് റാബി. അപ്പോൾ നിങ്ങൾ ഡിഗ്രിയിലെ എക്സാം നോക്കുമ്പോൾ ഇത് നോക്കിയാൽ മതി. നിങ്ങൾ 10ാം ക്ലാസ്സിൽ 10th ലെവൽ ബുക്ക് നോക്കണ്ട. വീറ്റ്, ഗ്രാം, റാപ്പ് സീഡ്സ്, അതുപോലെ മസ്റ്റേർഡ്, ബാർലി ഒക്കെയാണ് പ്രധാന റാബി ക്രോപ്സ്. സെയ്ത് ഏപ്രിൽ ജൂൺ ടൈമാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിനകത്ത് മാർച്ച് ജൂണാണ് കൊടുത്തേക്കുന്നത്. 10ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഇവിടെ ഹയർ സെക്കൻഡറി ബുക്കിൽ ഏപ്രിൽ ജൂൺ ആണ്. വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, അതുപോലെ ഫോഡർ, കാലിത്തീറ്റ കേട്ടോ. അപ്പോൾ പച്ചക്കറി, അതേപോലെ പഴങ്ങൾ, കാലിത്തീറ്റയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ സെയ്ത് വിളകൾക്കകത്ത് ഉൾപ്പെടുന്നത്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ട്രാൻസ്പോർട്ടേഷൻ കൂടിയാണ്. ട്രാൻസ്പോർട്ടേഷനകത്ത് നാഷണൽ വാട്ടർവേ 1 ആദ്യത്തെ 5 വൃത്തിക്ക് പഠിക്കുക. ഇത് ടെക്സ്റ്റിന്റെ സ്ക്രീൻഷോട്ടാണ്. 1, 2, 3, 4, 5 ആദ്യത്തെ 5 കൃത്യമായിട്ട് പഠിക്കുക. നാഷണൽ വാട്ടർവേ 1 അലഹബാദ് ഹാൽഡിയ ആണ്. 1620 കിലോമീറ്റർ നീളം. 2 നാഷണൽ വാട്ടർവേ 2 സാദിയ ധൂബ്രിയാണ്. സാദിയ ധൂബ്രി 891 കിലോമീറ്റർ. എവിടെയാണ്? ബ്രഹ്മപുത്ര നദിയിലാണ്. അലഹബാദ് ഹാൽഡിയ അറിയാമല്ലോ, പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമില്ല. എവിടെയാണ്? ഗംഗ റിവറിലാണ് കേട്ടോ. ഗംഗ നദിയിലാണ്. 3 NW3 നമ്മുടെ കേരളത്തിലാണ്. കോട്ടപ്പുറം, കൊല്ലം 205 കിലോമീറ്റർ ആണ്. ഇതിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ലെങ്ത് പുസ്തകത്തിലില്ല. ഇപ്പൊ ഇത് കോട്ടപ്പുറം കൊല്ലം മാറി കൊല്ലം കോഴിക്കോടായി. പക്ഷെ പുസ്തകത്തിനകത്ത് ഇത് മാറിയിട്ടില്ല. പരീക്ഷയിലും അതുകൊണ്ട് തന്നെ മാറിയിട്ടില്ല. പരീക്ഷയിൽ ലാസ്റ്റ് നടന്ന ചോദ്യത്തിനകത്ത് പരീക്ഷയിലും NW3 കണക്ട് ചെയ്യുന്നത് കൊല്ലം കോട്ടപ്പുറമായിരുന്നു. PSCയുടെ ഫൈനൽ കീഴിൽ വന്ന ആൻസർ. കോഴിക്കോട് ഓപ്ഷനിൽ പോലും ഇല്ലായിരുന്നു. അപ്പോൾ അവർ ടെക്സ്റ്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നുള്ളൂ എന്നൊരു സൂചനയാണത്. ഇതിന്റെ ലെങ്ത് ഒക്കെ മാറിയിട്ടുണ്ട്. 205 എന്നുള്ളത് 365 സംതിങ് ആയിട്ടുണ്ട്. ഈ അതുപോലെ തന്നെ ഇതിന്റെ ഈ NW4ന്റെ ലെങ്ത്തിനകത്തൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ ഒന്നും PSCയുടെ അപ്ഡേഷൻ വന്നിട്ടില്ല. കോട്ടപ്പുറം കൊല്ലം സ്ട്രെച്ച് നോക്കുക. അത് വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാരണം റിവേഴ്സ് ഒന്നും വരുന്നില്ല. പ്രധാനമായിട്ട് കനാൽസ് ആണ്. കനാൽസ്, ചമ്പക്കര, ഉദ്യോഗമണ്ഡൽ തുടങ്ങിയ കനാൽസും, അതേപോലെ തന്നെ ഇനി കേരളത്തിലെ കായലുകളിലെ ബാക്ക് വാട്ടേഴ്സ്, അവരെ കൂടെ കണക്ട് ചെയ്തുകൊണ്ടാണ് NW3 ഉള്ളത്. NW4 ഗോദാവരി, കൃഷ്ണ നദികളുടെ വളരെ കുറച്ച് ഭാഗങ്ങളിലും കാക്കിനാട, പുതുച്ചേരി കനാലുകളിലുമായിട്ടാണ് ഇത് ഉള്ളത്. അപ്പോൾ ബന്ധിപ്പിക്കുന്ന കാക്കിനാട തൊട്ട് പുതുച്ചേരി വരെയാണ്. ഗോദാവരി, കൃഷ്ണ റിവേഴ്സ് ഇതിനകത്ത് ഈ ഒരു NW4ന്റെ ഭാഗമാണ്. റിവേഴ്സ് ഉള്ള ഒരു നാഷണൽ വാട്ടർവേ ആണ് NW4. ഗോദാവരി, കൃഷ്ണ വരുന്നുണ്ട്. റിവേഴ്സ് ഇല്ലാത്ത, നദികൾ ഇല്ലാത്ത നാഷണൽ വാട്ടർവേ ആണ് NW3 കേട്ടോ. NW4 റിവേഴ്സ് ഉണ്ട്. NW2 റിവറാണ്, ബ്രഹ്മപുത്രയാണ്. NW1 റിവറാണ്. ഇനി NW5 നോക്കാം. നാഷണൽ വാട്ടർവേ 5 ഇതും നദികൾ വരുന്നുണ്ട്. ബ്രാഹ്മണി അലോങ് വിത്ത് മാത്തായി റിവർ, പിന്നെ ഡെൽറ്റ ചാനൽസ് ഓഫ് മഹാനദി റിവർ, ബ്രാഹ്മണി റിവേഴ്സ് ആൻഡ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ കേട്ടോ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് NW5 ആണ്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ 588 കിലോമീറ്റർ. ഈസ്റ്റ് കോസ്റ്റ് കനാൽ, മറ്റേ കേരളത്തിൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ, ഇത് ഈസ്റ്റ് കോസ്റ്റ് കനാൽ കേട്ടോ എന്നറിയപ്പെടുന്നത്. ഇതാണ് നാഷണൽ വാട്ടർവേസുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത്. ഇനി റോഡ് ട്രാൻസ്പോർട്ടുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടത് 20-year റോഡ് പ്ലാൻസ്. ഇന്ത്യയിലെ റോഡ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി വന്ന 20-year റോഡ് പ്ലാൻസ് എക്സാമിന് ചോദിച്ചിരുന്നു. നാഗ്പൂർ റോഡ് പ്ലാൻ നോക്കണം. വർഷം 43-63 ആണ്. റോഡ് ഡെൻസിറ്റി 16 km/100 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു ഈ ഒരു പ്ലാന്റെ റോഡ് ഡെൻസിറ്റി ടാർഗറ്റ്. ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാഞ്ഞ ഒരു റോഡ് പ്ലാനാണ് നാഗ്പൂർ റോഡ് പ്ലാൻ. ബ്രിട്ടീഷ് ഇന്ത്യയും അതേപോലെ തന്നെ നാട്ടുരാജാക്കന്മാരും ഒക്കെ തമ്മിൽ പ്രശ്നമായി ഈ ഒരു റോഡ് പ്ലാന്റെ സമയത്ത്. അതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ രണ്ടാമത്തെ പ്ലാൻ 61-ൽ സ്റ്റാർട്ട് ചെയ്യുന്നു. 61 to 81, 20 വർഷം. ബോംബെ റോഡ് പ്ലാൻ എന്നറിയപ്പെടുന്നു. ഇതിന്റെ റോഡ് ഡെൻസിറ്റി ടാർഗറ്റ് 32 km/100 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു. മൂന്നാമത്തത് ലക്നൗ റോഡ് പ്ലാനാണ്. അപ്പോൾ 1, 2 ഒന്നാമത്തെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. 2, 3 കംപ്ലീറ്റഡ് ആയ റോഡ് പ്ലാൻസ് ആണ്. ലക്നൗ റോഡ് പ്ലാൻ എന്നറിയപ്പെടുന്നു. 81, 2001 ആണ് അതിന്റെ വർഷം. റോഡ് ഡെൻസിറ്റി 84 km/സ്ക്വയർ കിലോമീറ്റർ ആണ്. നമുക്ക് ലാസ്റ്റ് ആയിട്ട് നോക്കാനുള്ളത് ഈ NH1. അത് ഓൾഡും ന്യൂ നോക്കണം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഓൾഡ് ചോദിച്ചിരുന്നു NH1. പുതിയ നമ്പർ സിസ്റ്റം പ്രകാരം ഇത് ജമ്മു ലഡാക്കാണ് കണക്ട് ചെയ്യുന്നത്. ജമ്മുവിലെ ഉറി എന്ന സ്ഥലം തൊട്ട് ലഡാക്കിലെ ലേ എന്ന സ്ഥലം വരെ ഇത് കണക്ട് ചെയ്യുന്നു. പുതിയ നമ്പർ സിസ്റ്റം പ്രകാരം
പഴയ നമ്പർ സിസ്റ്റം പ്രകാരം ഡൽഹി ടു അട്ടാരി, അമൃത്സറിൽ അട്ടാരിക്കടുത്ത് അമൃത്സറിനടുത്ത് അട്ടാരി എന്ന് പറഞ്ഞ സ്ഥലം വരെയാണ് ഓൾഡ് നമ്പർ സിസ്റ്റം പ്രകാരം ഇത് കണക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡൽഹി ടു അമൃത്സർ എന്നോ ഡൽഹി ടു അട്ടാരി എന്നോ വേണമെങ്കിൽ ചോദിക്കാം എക്സാമിന്. NH2 കണക്ട് ചെയ്യുന്ന ആസാം ടു മിസോറാം ആണ്. ആസാമിലെ ദിബ്രുഘട്ട് എന്ന സ്ഥലം തൊട്ട് മിസോറാമിലെ തുയ്പാങ് എന്ന ഭാഗം വരെയാണ് ഇപ്പോൾ ഇത് കണക്ട് ചെയ്യുന്നത്. തുയ്പാങ് കേട്ടോ. എന്നാൽ ഓൾഡ് NH2 കണക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഡൽഹി ടു കൊൽക്കത്തയാണ്. ഡൽഹിക്കും കൊൽക്കത്തയ്ക്കും ഇവിടേക്കാണ് ഓൾഡ് NH2. NH4 ആൻഡമാൻ ട്രങ്ക് റോഡ് എന്നറിയപ്പെടുന്ന ആൻഡമാനിലെ നാഷണൽ ഹൈവേ ആണ് ആൻഡമാൻ ട്രങ്ക് റോഡ്. NH4 വേറൊരു നാഷണൽ ഹൈവേ ആയിട്ട് ഇത് കണക്ട് ചെയ്യുന്നില്ല, കണക്ഷനും വരുന്നില്ല. ഇനി ലോങ്സ്റ്റ് നാഷണൽ ഹൈവേ ഇന്ത്യയിൽ വേണമെങ്കിൽ ചോദിക്കാം എക്സാമിന് NH44 ആണ്. ശ്രീനഗറിനും കന്യാകുമാരിയും തമ്മിൽ കണക്ട് ചെയ്യുന്ന NH44. കേരളത്തിലൂടെ കടന്നു പോകുന്നില്ല NH44. ഓൾഡ് നമ്പർ എന്ന് പറയുന്നത് NH7 ഉൾപ്പെടെയുള്ള 7 NH7ഉം മറ്റ് 6 നാഷണൽ ഹൈവേയും, അങ്ങനെ ടോട്ടൽ 7 ഓൾഡ് നാഷണൽ ഹൈവേസ് എല്ലാം കൂടെ കൺവേർജ് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് NH44 നിർമ്മിച്ചേക്കുന്നത്. സ്മോളസ്റ്റ് നാഷണൽ ഹൈവേ നിലവിൽ NH548 ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നാഷണൽ ഹൈവേ NH548 ആണ്. മഹാരാഷ്ട്രയിലാണ് NH548 വരുന്നത് കേട്ടോ. മഹാരാഷ്ട്ര കലംബോലി എന്ന സ്ഥലത്താണ് NH548 ഉള്ളത്. ഇത്രയുമാണ് ഒരു ഹോട്ട് ടോപ്പിക് എന്നുള്ള രീതിയിൽ എനിക്ക് പറഞ്ഞു തരാനായിട്ട് ഉണ്ടായിരുന്നത്. ആദ്യത്തെ ആ ഒരു ലിസ്റ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നന്നായിട്ട് ഈ ഒരു ഏരിയാസ് നോക്കിയിട്ട് പോവുക. ഞാൻ പറഞ്ഞ ഏരിയാസ് നന്നായിട്ട് നോക്കിയിട്ട് പോവുക. അതിൻ്റെ കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സമയം കിട്ടുവാണെങ്കിൽ നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ വരുന്ന പരീക്ഷകളൊക്കെ ആയിട്ട് വരുന്ന ദിവസങ്ങളിലൊക്കെ ആയിട്ട് എക്സാമിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്നുകൂടെ ഒരു വീഡിയോ പോലെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇനി പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഡിസ്കഷൻ കൂടെ നിങ്ങൾക്ക് കിട്ടും. അതും നമുക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം പോകാനായിട്ട്. ഇത് ഹോട്ട് ടോപ്പിക്സിൻ്റെ അനാലിസിസ് ആയിരുന്നു. പ്രധാനമായിട്ടും ചോദിച്ച ഈ മേഖലകൾ നമ്മളൊന്ന് നോക്കി പോവുകയാണ് ചെയ്തത്. ഈ ഒരു ഹോട്ട് ടോപ്പിക്സ് ഉൾപ്പെടുന്ന പാഠഭാഗങ്ങൾ അതും കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. പുസ്തകത്തിനകത്ത് ആ ഹോട്ട് ടോപ്പിക്സ് വരുന്ന പാഠഭാഗങ്ങളില്ലേ അതും കൂടെ വായിച്ചിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് എല്ലാവരും എക്സാം എഴുതുക, നല്ല മാർക്ക് വാങ്ങുക, നല്ല റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.